ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله ونشهد أن سيدنا وشفيعنا ونبينا وحبيبنا محمدا صلى الله عليه وسلم عبده ورسوله أرسله الله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الحمد لله الذي خلق السماوات والأرض وما بينهما في 6 أيام ثم استوى على العرش والصلاة والسلام على من لا نبي بعده والذي أنزل عليه الفرقان العظيم لهداية الأنام من الضلال إلى الهدى وعلى آله وأصحابه الذين اتبعوه في كل وقت وحين والذين اتبعوهم بإحسان إلى يوم الدين. أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. بسم الله العظيم القدرة والشان شديد البطش والبرهان حفظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. اللهم اهدنا الصراط المستقيم صراط الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين وحسن أولئك رفيقا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. وقال نبينا وحبيبنا محمد رسول الله صلى الله عليه وسلم. ദീർഘമായ സമയമൊന്നും ഇനി ഞാൻ നിങ്ങളെ പിരിച്ചെടുത്തൂല. വേഗം നമ്മൾ പിരിയും. സ്വലാത്ത് കൊണ്ട് ധന്യമാകണം ഈ സദസ്സ്. ആ സ്വലാത്തിന്റെ ചുവട്ടിൽ നിന്ന് റബ്ബിനോട് നമുക്കെല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണം. നമുക്കെല്ലാം ദുആ ചെയ്യണം. അല്ലാഹു ഈ സദസ്സ് ദുആക്ക് ഉത്തരമുള്ള സദസ്സാക്കി തരട്ടെ. ആ സദസ്സ് സ്വലാത്തിന്റെ ചുവട്ടിലിരുന്നു കൊണ്ട് പടച്ച റബ്ബിനോട് നമ്മുടെ മഹാന്മാരായ ആളുകൾ ആഗ്രഹിച്ച പോലെ, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ, ശുഹദാക്കൾ ആഗ്രഹിക്കുന്ന പോലെ അവരുടെ ഒരു താല്പര്യമാണ് ഇവിടെ പുലരാൻ പോകുന്നത്. അല്ലാഹുവിന് വേണ്ടി ജീവൻ സമർപ്പിച്ചവരാണല്ലോ ശുഹദാക്കൾ. വിഷയം വളരെ പരന്ന് വ്യാപിച്ചു കിടക്കുന്ന ഒരു വിഷയം. മുമ്പിൽ വിശാലമായ സമയമില്ല. ഒരു യാത്രയുടെ മുമ്പിലാണ്. സാധുവായ ഞാൻ ഒരു യാത്രന്റെ മുമ്പിലാണ്. എന്നോട് ഉമ്മ ഒരു ഉപദേശം പറഞ്ഞിട്ടുണ്ട്. യാത്ര പോണതിന്റെ തലേന്ന് വീട്ടിലുണ്ടാകണം വയതിന് വരുന്നത്. അത് ഉമ്മാന്റെ സമ്മതത്തോടുകൂടെ ലംഘിച്ചിട്ട് അന്ന് അതിന്റെ കാരണം സകൽമയത്തുലമായുടെ
ഈ സ്ഥാപനം ഇവിടെ വളരുന്നു കാണാൻ നിങ്ങളൊക്കെ ദ്വായിലൊന്ന് പങ്കുകൊള്ളാൻ. നാളെ രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞാൽ ബാഗ് എവിടെയെന്ന് അറിയില്ല, നാളെ കൊണ്ടുപോകാനുള്ള ഡ്രസ്സ് എവിടെയെന്നറിയില്ല. അതൊക്കെ ഇനി ഇവിടുന്ന് പോയിട്ട് കൊണ്ട് എടുത്തു വെക്കാൻ. ഉംറത്തുണി ഉണ്ടോ ഇല്ലെന്നും അറിയില്ല. കാരണം കഴിഞ്ഞ തവണ പോയപ്പോ തിരിച്ചു വന്നപ്പോ കൊണ്ടുവന്നോ ഇല്ലെന്ന് ഓർമ്മയില്ല. വന്നാൽ നാളെ ഇഹ്റാം ചെയ്യാനുള്ള തുണി ഇല്ലെങ്കിൽ ഒരു പക്ഷേ സാധാ തുണി തയ്യാറാക്കേണ്ടി വരും. ഒരിക്കലും ദീർഘിപ്പിക്കൂല, വേഗം അവസാനിപ്പിക്കണം. പിന്നെന്തിനെ ആദ്യം സംഭാവന പറഞ്ഞു? അത് ഞാൻ നിങ്ങളോട് സംഭാവന ചങ്ങൾ എന്റെ കയ്യിലല്ലേ തരണ്ടേ? നിങ്ങൾക്ക് തരാൻ പറ്റാവുന്ന ഏറ്റവും നല്ല ഒരു കയ്യിൽ നിങ്ങൾക്ക് കൊടുക്കാൻ അവസരം ഉണ്ടാക്കി തന്നു. നിങ്ങൾക്ക് അവസരമുണ്ടാക്കി തന്നതാണ്. പ്രേമം നൈരാശ്യമാകാതിരിക്കാനെന്നാണ് നമ്മുടെ വിഷയം. ദീർഘമായൊന്നും പറയില്ല, നല്ല സ്വലാത്തിൽ നമുക്ക് ദ്വാരക്കാം, നമുക്ക് ദ്വാ ചെയ്യും, നമുക്ക് ദ്വാ ചെയ്യണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ വിഷയം വളരെ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു സ്ഥലത്ത് വളരെ വിശദമായി നമുക്ക് സംസാരിക്കുകയും ചെയ്യും. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം പ്രേമം നൈരാശ്യമാവാതിരിക്കാൻ പറഞ്ഞാൽ എങ്ങനെ ഇപ്പൊ ഇത് പ്രേമ നൈരാശ്യം വരാതിരിക്കുക എന്ന് ഗഹനമായി പലരും ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ യഥാർത്ഥ പ്രേമമേതാണ്? ആ പ്രേമം ആരോടാണ് വേണ്ടത്? ആ പ്രേമത്തിന്റെ രീതിയും സ്വഭാവവും എങ്ങനെയാണ്? ഇത് പഠിച്ചാൽ ലോകത്തൊരു പ്രശ്നം ഉണ്ടാവില്ല. ഏറ്റവും തമ്മാടികളായ ആളുകൾ പോലും ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വലാത്തു ചൊല്ലണം. നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നന്നാക്കിയെടുത്തത് പ്രേമിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ്. ഇത് മാത്രം കട്ട് ചെയ്യരുത് കേട്ടോ, ഇത് മാത്രം കട്ട് ചെയ്തിട്ട് അങ്ങനെ ഉണ്ട് പറഞ്ഞ മാത്രം കട്ട് ചെയ്തിട്ട് ദുഷ്പ്രചരണം നടത്താറുണ്ട്. പക്ഷേ മുഴുവൻ കേൾക്കണം. പ്രേമിക്കാൻ ആവശ്യപ്പെട്ടിട്ടാണ് പുണ്യനബി ലോകത്തെ എല്ലാ അനർത്ഥങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്നത്. ലോകത്തെ എല്ലാ വലിയ വലിയ അനർത്ഥങ്ങളും കടന്നു വന്നതും പ്രേമത്തിലൂടെയായിരുന്നുവെന്ന് ചരിത്രം പഠിച്ചാൽ കാണാൻ കഴിയും. ഇപ്പൊ എന്താണ് പ്രേമം? പ്രേമത്തിന്റെ അർത്ഥം സ്നേഹം. അപ്പൊ നമ്മൾ കുറച്ചു നേരം നമ്മൾ പറയും. എല്ലാം സ്വലാത്തു ചൊല്ലി നിങ്ങളെ സഹായിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. قال نبينا وحبيبنا محمد رسول الله صلى الله عليه وسلم ثلاث من كن فيه وجد حلاوة الإيمان أن يكون الله ورسوله أحب إليه مما سواهما وأن يحب المرء لا يحبه إلا لله وأن يكره أن يعود في الكفر كما يكره أن يقذف في النار تيهتوك والأدراء تدمين بانها وقد شغلت أم الصبي. ഒരുപാട് ആളുകൾ ഈ തൗഹീദിന്റെ തീരത്തേക്ക് കടന്നു വന്നിട്ടുണ്ട്. കേരളത്തിലെ സാഹിത്യരംഗത്ത് കലാരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒട്ടനവധി വ്യക്തിത്വങ്ങളുടെ ഷഹാദത്തിന്റെ പ്രഖ്യാപനം നടന്ന ഷഹാദത്ത് ഇൻഷാ അല്ലാഹ് വിദൂരമല്ലാത്ത ഭാവിയിൽ നാം കേൾക്കാനിടയാകുമ്പോൾ അവിടങ്ങളിലൊക്കെ നമ്മുടെ ദായികളുടെ സേവനം നാം ആസ്വദിക്കുകയും അനുഗ്രഹിക്കുകയുമാണ്. അല്ലാഹു അത് നിലനിർത്തി തരുമാറാകട്ടെ. സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ അതിന്റെ 25 പക്ഷേ ഇതുവരെ 3 ദിവസം മുമ്പ് വരെ കുട്ടികൾ കളിച്ച സ്ഥലം എന്നാൽ മിനിഞ്ഞാന്ന് മുതൽ ഈ വേദി സ്വലാത്തിന്റെയും ബഅദിന്റെയും സതുപദേശത്തിന്റെയും മണ്ണാണ്. നമ്മളെല്ലാം നിങ്ങൾ കാണിച്ച പോലെ ഒരാവേശവും കൂടെ കാണിച്ചാൽ
നിങ്ങൾ ഈ 3 ദിവസം കാണിച്ച പോലെ ഒരു ആവേശവും കൂടെ കാണിച്ചാൽ അടുത്ത കൊല്ലം ഈ വേദി അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ഓതി പഠിക്കുകയും ചൊല്ലിപ്പഠിക്കുകയും ചെയ്യുന്ന മണ്ണായി പരിണമിക്കും. ഇത് അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഇവിടെ ഇരുന്ന പുണ്യഭൂമാൻ ആഗ്രഹിച്ചതാ. ഇവിടുന്ന് ഇറങ്ങിപ്പോയ ഞങ്ങൾ അവസാനം മുസാഫത്ത് ചെയ്യാൻ പറഞ്ഞ ഒരു സാധനമല്ലേ മഹാനായ തങ്ങളവர்கள் നിങ്ങളോട് മുസാഫത്ത് ചെയ്യാൻ അബ്ബാസ് അലി തങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചോളൂ, നിങ്ങൾ ഏൽപ്പിക്കാനുള്ളതെല്ലാം പറഞ്ഞില്ലേ? ഒരു വല്ലാത്ത സാധനം. മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും നല്ല സ്വത്താണ്. അല്ലാഹുവേ അവർക്ക് നീ ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്. അവരിൽ ഏറ്റവും ഇളയ ആളാണ് മഹാനായ അബ്ബാസ് അലി തങ്ങൾ. ഇവിടെ ചിലപ്പോൾ ഞാൻ ഈ സംഭവം പറയുമ്പോൾ പരിചയമുള്ള അനുഭവസ്ഥർ ഈ സദസ്സിലുണ്ട്. അനുഭവസ്ഥർ ഞാൻ വിചാരിച്ചു അബ്ബാസ് അലി തങ്ങൾ ഒരു അരമണിക്കൂറുടെ ഇരിക്കുകയാണെങ്കിൽ 1/4 മണിക്കൂർ വയത് പറഞ്ഞിട്ട് എനിക്ക് നിർത്തിയിരുന്നു. എന്തിന്? തങ്ങളോടൊന്ന് ദ്വാരിപ്പിക്കാൻ. വയൽ നിങ്ങൾ ഇന്ന് ഞാൻ പറയണ വയലിനേക്കാൾ ഉഷാറുള്ള വയൽ ഇന്നലെ കേട്ടിട്ടുണ്ടോ? ഒരുപക്ഷെ നിങ്ങൾ ഇന്നലെയുമുള്ള വയലിനേക്കാൾ ഉഷാറുള്ള വയൽ നിങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ടാകും. ശൈലിയേക്കാൾ അല്ലെങ്കിൽ വയലിനേക്കാൾ പ്രധാനം ഈ സദസ്സിൽ ഞാൻ വിചാരിക്കുന്നത് പ്രാർത്ഥനയാണ്. എന്റെ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ തങ്ങളെ വലിയ തിരക്കുള്ളവരെ നമുക്ക് കിട്ടിയില്ല. എന്നാലും കൈ പിടിക്കാനും കിട്ടി. അൽഹംദുലില്ലാഹ്, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഇത് വല്ലാത്ത സാധനം. എന്താ കാരണം അറിയാം? ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ആവശ്യത്തിന് സാരില്ല, അത്യാവശ്യത്തിന് നാവ് തുറക്കുന്ന വായ തുറക്കാറുള്ളൂ. ആരുടെ ലക്ഷണം? നിങ്ങൾ ദുആക്ക് ഇജാബത്ത് അല്ലാഹുവിന്റെ ലക്ഷണം. അത്യാവശ്യത്തിന് മഹാൻ നാവ് തുറക്കാറുള്ളൂ, വായ തുറക്കാറുള്ളൂ, നാവ് ചലിപ്പിക്കാറുള്ളൂ. അല്ലാഹുവേ റബ്ബേ അവർക്കൊക്കെ നീ ദീർഘായുസ്സ് നൽകണേ റബ്ബേ. ഞാൻ അവസാനം മഹാനായ തങ്ങളവர்கள் ദ്വാരുന്നെങ്കിൽ അവസാനം മഹാനായ ഹൈദരലി ശിഹാബ് തങ്ങൾ ആദ്യവും മഹാനായ അബ്ബാസ് അലി തങ്ങൾ അവസാനം ദ്വാരുന്നാൽ മറ്റ് 2 സയ്യിദുമാരും ദ്വായ സദസ്സിന് കിട്ടി എന്ന് എനിക്കൊരു മോഹവും ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആ തങ്ങൾ പെട്ടെന്ന് പോകണമെന്ന് വിചാരിച്ചു. തങ്ങൾക്ക് പോകണം എന്ന തിരക്കുള്ളതാണ്. കൊണ്ട് കുറച്ചു നേരം എന്ന് പറയാം. അവരൊക്കെ ഇരുന്ന സദസ്സിൽ വെച്ച് നമുക്കൊന്ന് ദുആ ചെയ്യാം. തങ്ങളല്ലേ ഗൂഡല്ലൂർ ഒരാളിനോട് പറഞ്ഞല്ലോ, ഗൂഡല്ലൂർ അവിടെ SK7 ഒരു പ്രചരണ യാത്രയുമായി ഇവർ ബന്ധപ്പെട്ടു പോയതാണ്. ഗൂഡല്ലൂരിലേക്ക് കൊടും ചൂടാണ്. തേയില വരെ ഉണങ്ങാൻ തുടങ്ങിയിരിക്കുകയാണ്. കൃഷിയൊക്കെ നശിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ പേര് കുട്ടിയാ നാട്ടിലേക്ക് കടന്നു ചെന്നപ്പോൾ ഗൂഡല്ലൂരുകാർക്ക് എന്തെന്നില്ലാത്ത ആവേശവും സ്നേഹവുമായി. നമ്മളൊന്നും സ്വീകരിക്കണമായില്ല തങ്ങന്മാരെ ഗൂഡല്ലൂർക്കാരൊന്നും സ്വീകരിക്കുക. കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ട് വണ്ടിയിൽ പോയിട്ട് ഒരു സംഘമായി കൂട്ടിയിട്ട് വരും. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനത്തെ കാണിച്ചതുപോലെ അല്ലാഹുവിന്റെ ഹബീബിനോട് മദീനക്കാർ കാണിച്ച സ്നേഹം പോലെ മാത്രമല്ല ദപ്പടിച്ചുകൊണ്ടാണ് പലപ്പോഴും അവർ സയ്യിദുമാർ തങ്ങളുടെ നാട്ടിലേക്ക് സ്വീകരിക്കാറുള്ളത്. ما طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داعي أيها المبعوث فينا جئت بالأمر المطاع. മദീനക്കാർ പാടിയ പാട്ടുപാടി പേരക്കിടാങ്ങളെ സ്വീകരിക്കാറുണ്ട്. മഹാനായ തങ്ങളെയും അവർ സ്വീകരിച്ചു കൊണ്ടുപോയി. മഹാനായ തങ്ങൾ വേദിയിലേക്ക് കയറുകയാണ്. നാട്ടിലേക്ക് വന്നപ്പോഴേ അവർക്ക് തങ്ങളോട് പറയാനുള്ള വേദന, തങ്ങളെ മഴയില്ലാതെ കൃഷിയെല്ലാം നശിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ആ മഹാനെ ഞാനത് ഇവിടെ ഇരുത്തി പറയാതിരിക്കാൻ കാരണം എന്താ? ഇരുത്തി പറഞ്ഞാൽ ഞങ്ങൾക്കൊരു പക്ഷെ തോന്നും എനിക്ക് വല്ല ചൂഷണ മനസ്സുമുണ്ടോ എന്നില്ല. ഞാൻ അതിനെല്ലാം നിങ്ങൾ പറയണം. നിങ്ങൾ ഏത് സദസ്സിൽ നിന്നാലും ഒരു സംഭാവന നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ മഹാന്മാരുടെ ഒക്കെ നിങ്ങൾ ദ്വാരിപ്പിക്കണം. ഈ മഹാന്മാരോട് മുഴുവൻ നിങ്ങൾ ദുആ ചെയ്യിപ്പിക്കണം. ആ ഒരു ചൂഷണ മനസ്സില്ലാത്തത് കൊണ്ടാണ് ഞാൻ അപ്പോൾ അത് പറയാതിരുന്നത്. 1, 2 ഇരുത്തി പറയുന്നത് പക്ഷേ അവരിഷ്ടപ്പെട്ടുകൊള്ളണമെന്നില്ല. ആരാണ് ഈ മണ്ണിൽ കാല് കുത്തിപ്പോയത് എന്ന് ഓർമ്മപ്പെടുത്തുവാനാണ്. ആരാ ഈ മണ്ണിൽ കാല് കുത്തിപ്പോയത്? നമ്മൾ സ്നേഹിക്കേണ്ടത് ആരെയാ? നമ്മൾ നമ്മുടെ മനസ്സിന്റെ പ്രേമം നൽകേണ്ടത് ആർക്കാണ്? പ്രേമം എന്ന അർത്ഥം സാധാരണ വൈകാരികമായൊരു സ്നേഹത്തിന് പറയാറുണ്ട്. പക്ഷെ ഞാനിവിടെ ആ അർത്ഥത്തിലെടുത്ത് വിശാലമായി ചർച്ച ചെയ്യാൻ നമ്മുടെ മുമ്പിൽ സമയമില്ലാത്തതുകൊണ്ട് കേവലം 1, 2 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്.
ഇവിടെ കാലുകുത്തിയ മഹാനോട് അവരെല്ലാവരും കൂടെ ചെന്നിട്ട് പറഞ്ഞു, ഉടലുകാർ പറഞ്ഞു, മഴയില്ല, തങ്ങളൊന്ന് ദുആ ചെയ്യണം. തങ്ങളുടെ ഉദ്ഘാടന ഭാഷണം, ആ ഉദ്ഘാടന ഭാഷണം ഉച്ചക്കാണ് നടക്കുന്നത്. പകൽ സമയത്താണ് പരിപാടി. സൂര്യൻ കത്തിച്ചൊലിച്ചു നിൽക്കുന്ന സമയമാണ്, പകൽ സമയമാണ്. തങ്ങളുടെ ഉദ്ഘാടന ഭാഷണം കഴിഞ്ഞ് അതിന്റെ അവസാനം ഒന്ന് ദുആ ചെയ്തതാണ്, അല്ലാഹുവേ ഈ നാട്ടുകാർ മഴയില്ലാതെ ശ്രമിക്കുകയാണ്, റബ്ബേ മഴ നൽകണേ അല്ലാ എന്ന് ദുആ ചെയ്ത് കഴിഞ്ഞില്ല. അന്ന് മഹാനായ തങ്ങളവരുടെ കൂടെ SKSSFന്റെ ജാഥയിൽ പങ്കെടുത്ത ആളുകൾ ഈ സദസ്സിലുണ്ടാവാനിടയുണ്ട്. തങ്ങളങ്ങ് ദുആ ചെയ്ത് അവസാനിപ്പിച്ചില്ല. കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി എന്നല്ല, പെട്ടെന്ന് മഴ പെയ്തു. മഹാനായ തങ്ങളും കൂട്ടുകാരും ആ സ്റ്റേജിൽ നിന്നിറങ്ങിയിട്ട് നടന്നു പോകുന്നത് ശക്തമായ മഴയിൽ ചളിപിളിയായ സ്ഥലത്തുകൂടെയാണ്. നിങ്ങൾ ആലോചിക്കണം, മുറുപ്പ അശ്വാസാകും കണ്ണാൻ കണ്ണനെ പിടിക്കാത്ത ആളുകൾ കാണാൻ കണ്ണിനൊന്നും വലിയ കോലൊന്നും ഉണ്ടാവില്ല. കണ്ണിനങ്ങനെ പിടിച്ചോളണമെന്നില്ല. കണ്ണുകൊണ്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഇതൊരു വലിയ മഹാന്റെ ലക്ഷണമൊന്നും ബാഹ്യമായി കണ്ടുകൊള്ളണം എന്നില്ല. പറയാൻ ചില മനുഷ്യന്മാർ വെറും മുടിച്ചട പിടിച്ചു പറയാൻ, വസ്ത്രമൊക്കെ ചളി വരേണ്ടവരാണ്. പക്ഷേ കൽബപ്പെടും പടച്ച റബ്ബുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവരാണ്. അവർ റബ്ബിനോട് വല്ല കാര്യവും വിളിച്ച് റബ്ബിനെ പിടിച്ച് സത്യം ചെയ്തു പറഞ്ഞാൽ അല്ലാഹു അത് നടപ്പിൽ വരുത്തുക തന്നെ ചെയ്യുമെന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഇജാബത്തുള്ള കുറെ ആളുകൾ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഇങ്ങനെയുള്ള ആളുകൾ, മഹാനായ തങ്ങളവരകൾ ദുആക്ക് ഇജാബത്തുള്ളവരിൽപ്പെട്ട ഒരു മഹാനാണ്. എന്താ കാരണം? അനാവശ്യം, ആ മനുഷ്യൻ ജനിച്ചതിന്റെ ശേഷം അനാവശ്യം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സംശയം. പുണ്യനബി പറഞ്ഞെന്താ, അധികം ആൾക്കാരും നരകത്തിൽ പോണത്, അധിക ആളുകളും നരകത്തിൽ പോകുന്നത് നാവാണ്. അധിക ആളുകളെയും നരകത്തിൽ വീഴ്ത്തുന്നത്. അധിക ആളുകളെയും നരകത്തിൽ ചാടിച്ചത്, നരകത്തിൽ വീഴ്ത്തിയത് അവരുടെ നാവുകളാണെന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. ആ തങ്ങളെ കൂടെ നടന്ന കുറെ ആളുകൾ ഈ കൂട്ടത്തിലല്ലോ, സാധാരണ സഹവസിക്കുന്ന ആളുകൾ. ഞാൻ പറഞ്ഞ പാണക്കാട്ട് കുട്ടികളുടെ ഏറ്റവും ഇളയ ആളെ കുറിച്ചാണ്. പിന്നെ അവിടുന്ന് മേപ്പെട്ട് ഞാൻ പറയണോ? അവിടുന്ന് വൈപ്പോട്ട് നമ്മൾ പറയണോ? നമ്മുടെ കൽബി നിങ്ങളോട് ദേഷ്യം പിടിക്കും, നിങ്ങളോട് പിടിക്കും ദേഷ്യം. കുറച്ചാൾക്കാർ, 4 ആൾക്കാരില്ല, അവരോടൊക്കെ ദേഷ്യം പിടിക്കും. നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടെങ്കിലും ഞാൻ വാല്യൂ കഴിഞ്ഞിട്ട് കുറച്ചു നേരം അവിടെ നിന്നേരും. ദേഷ്യമുള്ളവരൊക്കെ 2 എണ്ണം എനിക്ക് തന്നാലും കുഴപ്പമില്ല. കാരണം എന്താ പറയുക, നാളെ രാവിലെ ചിലപ്പോൾ പോകാനുള്ള സാധനങ്ങൾ എടുക്കും. 2 വർത്തമാനം പറഞ്ഞുള്ള നിർത്തും. ഈ വിഷയം നമ്മൾ ഇന്ന് പറയുന്നില്ല, മറ്റൊരു സമയത്തേക്ക് മാറ്റിവെക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കാരണം എല്ലാം പറയണം. പ്രേമം, നൈരാശ്യം. അപ്പം നിരാശപ്പെടുത്തുന്ന പ്രേമമുണ്ട്, നിരാശപ്പെടുത്തുന്ന പ്രേമമുണ്ട്, നിരാശപ്പെടുത്താത്ത പ്രേമമുണ്ട്. പ്രേമം പലതിന്റെയും ഇന്ധനമാണ്. പ്രേമം പലതിന്റെയും ഇന്ധനമാണ്. ഇതൊക്കെ പറയാനുണ്ട്. അപ്പൊ നമുക്ക് എവിടെയും പറഞ്ഞെത്തൂല. ഞാൻ ഒരു 2 വർത്താനം മാത്രം പറഞ്ഞാൽ അവസാനം. 2 കാര്യം. അത് ഞാൻ തുടങ്ങുന്ന ഒരു തൽക്കെന്നല്ല, ഇടക്കൊന്നുമല്ല, ഒരു 2 കാര്യം മനസ്സിലേക്ക് വന്നാണ് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മൾ പറയാറുണ്ട് പ്രേമം വല്ലാത്തൊരു നാശം പിടിച്ച കാലമാണ്. പ്രേമം കൊണ്ട് നാശം വന്ന കാലഘട്ടമാണിതെങ്കിൽ 2 മക്കളുള്ള പെണ്ണാണ് തന്റെ ഭർത്താവിനെ വിട്ട് മറ്റൊരാളെ പ്രേമിച്ചു, അവന്റെ കൂടെ മക്കൾ ഉപേക്ഷിച്ച് ഓടിപ്പോയത്. കേൾക്കാറുണ്ട് പ്രേമത്തിന് കണ്ണില്ല മൂക്കില്ല എന്ന് പറയാനുള്ള കാരണം ഞാൻ ഒരു തൽക്കെന്നല്ല തുടങ്ങുന്നത്, ഇടക്കൊന്നും വന്നില്ല. മനസ്സിൽ വന്ന 2 വർത്തമാനം. കാരണം തൽക്കെന്ന് തുടങ്ങിയിട്ട് ഞാൻ ഒരു അരുമൂലി ഒപ്പിച്ചെടുത്ത് വരുമ്പോഴത്തേനും നമുക്ക് സമയം ഉണ്ടാവില്ല. തൽക്കൊന്നും അല്ല, ഇടക്കൊന്നും 2 വർത്തമാനം പറഞ്ഞ് അവസാനിപ്പിച്ചു. ഒരിക്കൽ ഒരു സഹോദരനോട് പറഞ്ഞു, അയാളുടെ നാട്ടിൽ നടന്ന അനുഭവം. 3 മക്കളുള്ള മാതാവാണ്, പെണ്ണാണ്. 3 മക്കളുണ്ടായി. ആ പെണ്ണിന് 3 മക്കൾ. ഭർത്താവ് നല്ല സാമ്പത്തികമുള്ള ആൾ. മാത്രമല്ല
മൂത്ത മകൾക്ക് 11 വയസ്സായിട്ടുണ്ട്, രണ്ടാമത്തെ ആൾക്ക് 7 വയസ്സായിട്ടുണ്ട്, മൂന്നാമത്തെ കുട്ടിക്ക് 1 വയസ്സേ പ്രായമായിട്ടുള്ളൂ. 1 വയസ്സ് പ്രായം. ഈ പെണ്ണ് വേറൊരുത്തനെ പ്രേമിക്കുന്നത്. ഈ പെണ്ണ് ചെയ്ത കൃത്യമോ? ഈ പെണ്ണ് യാത്രയിൽ തന്റെ നാട്ടിലെത്തിയ സമയത്ത് മൂത്ത മോളോട് രണ്ടാമത്തെ മകന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, മോളെ ഇവിടെ ഇറങ്ങിയിട്ട് നീ നിന്റെ വലിയമ്മായിയുടെ വീട്ടിലേക്ക് പോ, ഉമ്മ കണ്ണൂരിൽ പോയി തിരിച്ചു വരാം എന്ന് പറഞ്ഞ് ഇറക്കി വിട്ടതാ. ആ ഉമ്മാനെ പിന്നെ മക്കൾ കണ്ടിട്ടില്ല. പിന്നെ കേട്ടത് ഈ പെണ്ണ് തന്റെ കമിതാവിന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. എന്നിട്ടോ പിന്നെ എത്തിയത് പൊന്നാണിയിലാണത്രേ. എന്തിനാ മറ്റോനെ മുസ്ലിം ആക്കാൻ? എന്നിട്ട് പറഞ്ഞെന്താ, ഓ ഞാൻ കാരണം ഒരാൾ ഇസ്ലാമിക്ക് കടന്നു വന്നില്ലേ, ഞാൻ കാരണം ഒരാൾ പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നില്ലേ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ഉപേക്ഷിച്ച് അന്യനോടുകൂടെ ഇറങ്ങിപ്പോകുന്ന പെണ്ണ്. പലരും ചോദിക്കാറുണ്ട്, പഠിച്ചോനെ മക്കളെ വിട്ടിട്ട് ഒരു പെണ്ണൊരുത്തന്റെ കൂടെ പോവേ? പ്രേമം എന്ത് എന്ന് മനസ്സിലാക്കി ചെറുങ്ങനുണ്ട്. പ്രേമത്തിന് മൂക്കില്ല, പ്രേമത്തിനൊന്നുമില്ല, അന്ധനാണ് പ്രേമം. ആരോടാണോ ആ സ്നേഹം, സ്നേഹത്തിൻപിൽ മറ്റെല്ലാം നിസ്സാരമായി അനുഭവപ്പെടും. നിസ്സാരമായി അനുഭവപ്പെടും. ലോകത്ത് പ്രേമത്തിനും സ്നേഹത്തിനും ഉസ്താദുമാർ പറയാനുള്ളത് വാലന്റെ ലൈലാ മജ്നൂന്റെ കഥ. ലൈലാ മജ്നൂൻ ആരാണ്? ലൈലാ മജ്നൂൻ ലൈലയെ സ്നേഹിച്ച കമിതാവായിരുന്നു ലൈലാ മജ്നൂൻ എന്ന ചരിത്രത്തിൽ അറിയപ്പെടുന്ന ആൾ. ലൈലയോട് വല്ലാത്ത സ്നേഹമാണ്. ശ്രദ്ധിക്കണം, സ്നേഹം ഒന്നും പറഞ്ഞിട്ട് വേഗം ഞാൻ അവസാനിപ്പിക്കാം. വേഗം അല്ലാഹുവേ ഈ സദസ്സിനെ ദുആക്കുത്തരമുള്ള സദസ്സാക്കി തരണേ അല്ലാഹ്. ലൈലാ മജ്നൂൻ എന്ന് പറയുന്ന ആൾ ലൈലയെ വല്ലാതെ പ്രേമിച്ചയാളാണ്. ലൈലയാണെങ്കിലോ കാണാൻ വലിയ ചൊങ്കുള്ള പെണ്ണൊന്നുമല്ല. ലൈല കറുത്തിട്ടാണ്, കരിക്കട്ട പോലെ കറുത്തിട്ടാണ്. ലൈലാ മജ്നൂൻ വല്ലാത്ത പ്രേമമാണ്. വനങ്ങളിലാണ് അവർ ഏറെ കാലവും ജീവിച്ചത്. തന്റെ ലൈലയെ പ്രേമിച്ചുകൊണ്ട്, മനസ്സിൽ ലാളിച്ചുകൊണ്ട്. ലൈല മരണപ്പെട്ടു പോയി. മരണപ്പെട്ടതിന് ശേഷം ലൈലാ മജ്നൂൻ നാട്ടിലൂടെ, ലൈല ജീവിച്ച നാട്ടിലൂടെ കടന്നു പോവുകയാണ്. ആളുകൾ ലൈലാ മജ്നൂനെ കണ്ടപ്പോൾ പറഞ്ഞു, അങ്ങ് പ്രേമിച്ചിരുന്ന അങ്ങയുടെ കവിതാവായിരുന്ന പെണ്ണില്ലേ, അങ്ങയുടെ കാമുകിയില്ലേ, കാമുകി ജീവിച്ച വീടാണിത്. ലൈലാ മജ്നൂൻ ഓടി വന്നിട്ട് നോക്കുന്ന സമയത്ത് ആ വീട് പൊളിഞ്ഞു ദ്രവിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ കുറ്റിച്ചുമരുകളെല്ലാം ബാക്കിയുണ്ട്. ചെറിയ ചെറിയ അവശിഷ്ടങ്ങളെ ബാക്കിയുള്ളൂ. ലൈലാ മജ്നൂൻ ഓടി വന്നുകൊണ്ട് ഈ തകർന്നു പോകുന്ന കുറ്റിച്ചുമരുകളിൽ ചുംബനമർപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ഉഖബ്ബിലു വലൽ ജിദാരി വലൽ ജിദാറാ, ഉഖബ്ബിലു വലൽ ജിദാരി വലൽ ജിദാറാ, ഉഖബ്ബിലു വലൽ ജിദാരി. ലൈലാ മജ്നൂൻ ഈ കുറ്റിച്ചുമരുകളെല്ലാം ചുംബിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചുറ്റുഭാഗത്തും ഇത് ആളുകൾ നോക്കി നിൽക്കുകയാണ്. ആളുകൾ വിചാരിച്ചു, ഒരു ഭ്രാന്തനല്ലേ ഇയാൾ ചെയ്യുന്നതെന്ത് ഭ്രാന്താണെന്ന് അവർ ചിന്തിച്ചിട്ടുണ്ടാകുമോ എന്ന് ലൈലാ ആലോചിക്കുകയാണ്. ഉടനെയാണ് നോക്കുന്നവരോട്, എനിക്ക് ഭ്രാന്താണെന്ന് നിങ്ങൾക്ക് തോന്നണ്ട, ഞാൻ സത്യത്തിൽ ചുംബിക്കുന്നത് ഈ കുറ്റിച്ചുമരുകയല്ല, ഞാൻ ചുംബിക്കുന്നത് ഈ ചുമരുകളെയല്ല, ഈ ചുമരുകൾക്കകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ ലൈലാ മജ്നൂനയ, എന്റെ ലൈലയെയാണ് ഞാൻ ചുംബിക്കുന്നത് എന്ന് ജീവിതത്തിൽ ഒരിക്കൽ പോലും എനിക്ക് ചുംബിക്കാൻ കഴിയാത്ത, ജീവിതത്തിൽ ഒരിക്കൽ പോലും എനിക്ക് ചുംബിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത എന്റെ ലൈലയെയാണ് ഞാൻ ചുംബിക്കുന്നത്. ആ ലൈല ഈ കുറ്റിച്ചുമരുകൾക്കിടയിൽ താം ജീവിച്ചു പോയിട്ടുണ്ടല്ലോ. എന്റെ ലൈലയുടെ പാദസ്പർശനമുണ്ടായ മണ്ണാണല്ലോ ഇത്, എന്റെ ലൈല ജീവിച്ച വീടാണല്ലോ ഇത്, എന്റെ ലൈലയുടെ ശരീരം ചേർന്നിട്ടുള്ള ചുമരുകളാണല്ലോ ഇത് എന്നാലോചിച്ചുകൊണ്ട് ലൈലാ മജ്നൂൻ കുറ്റിച്ചുമരുകളെ ചുംബിക്കുകയാണ്. എന്നിട്ട് നോക്കിക്കുന്നവരോടൊക്കെ പറയാൻ, ഞാൻ ഈ ചുമരല്ല സത്യത്തിൽ ചുംബിക്കുന്നത്, ഈ ചുമരുകൾക്കകത്ത് ജീവിച്ചുപോയ ലൈലയാണ്. എന്റെ പ്രിയമുള്ളവരെ, പ്രേമത്തിന്റെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. സ്നേഹിക്കുവാനുള്ള മനസ്സെല്ലാവർക്കുമുണ്ട്,
സ്നേഹിക്കാൻ കഴിയാത്തവരായി ഭൂമിയിൽ ആരുമില്ല. മനുഷ്യനുള്ള രണ്ട് സ്വഭാവങ്ങളാണെന്ന് ഒന്ന് സ്നേഹം, മറ്റൊന്ന് വെറുപ്പ്. മനുഷ്യ ഹൃദയത്തിലുള്ള രണ്ട് സ്വഭാവങ്ങളാണിതൊന്ന് സ്നേഹം, മറ്റൊന്ന് വെറുപ്പ്. ഒരാളെ നമ്മൾ സ്നേഹിക്കുന്നത് പലതിന്റെയും പേരിലാവാം. ശ്രദ്ധിക്കണേ, പ്രേമം നിരാശജനകമാകാതിരിക്കാൻ, പ്രേമം നിരാശയിൽ കലാശിക്കാതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ മറ്റൊരാളെ സ്നേഹിക്കുന്നത് പലതിന്റെയും പേരിലാവാം. നമ്മൾ എന്തിനാ സ്നേഹിക്കുന്നത്? അതിന്റെ അനന്തരഫലമാണ് ഒന്നുകിൽ അത് സന്തോഷമാവുക, അല്ലെങ്കിൽ അത് നിരാശജനകമായി തീരുക എന്നത്. വിശുദ്ധ ഇസ്ലാമിന്റെ കൂടിലാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നല്ല സ്വലാത്ത് ചൊല്ലണം. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, ഒരിക്കലും നിരാശജനകമല്ലാത്ത സ്നേഹമേതാണ്? ഭൂമിയിലെ ആകാശത്തിന് ചുവട്ടിൽ ജീവിക്കുന്ന സർവ്വസൃഷ്ടിജാലങ്ങളും തങ്ങളുടെ ഖൽബ് നൽകേണ്ടതാർക്കാണ്? ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പഠിപ്പിക്കാൻ വേണ്ടി കടന്നു വന്ന പ്രവാചകനാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അഫ്ളലു മാ ഖുൽതു വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഖൽബിന്റെ സ്നേഹം നമ്മൾ നൽകേണ്ടത് ആർക്കെല്ലാമാണെന്ന് പഠിപ്പിക്കാൻ കടന്നു വന്ന നബിയാണ്. നിരാശജനകമല്ലാത്ത പ്രേമമേതാണെന്ന് പഠിപ്പിക്കാൻ കടന്നു വന്ന പ്രവാചകനാണ്. നമ്മുടെ ഖൽബിന്റെ സ്നേഹം തിരിച്ചു വരേണ്ടത് ഏത് വഴിക്കാണെന്ന് പഠിപ്പിക്കാൻ കടന്നു വന്ന നബിയാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബതല്ലേ പറഞ്ഞത്? ഞാൻ മാത്രമല്ല, ലോകത്ത് കടന്നു വന്ന എല്ലാ പ്രവാചകന്മാരും പറഞ്ഞ ഏറ്റവും ശ്രദ്ധമായ വചനമേതാണ്? അഫ്ളലു മാ ഖുൽതു വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ പ്രപഞ്ചത്തിൽ ആരാധനകർഹനായി അല്ലാഹു മാത്രമേ ഉള്ളൂ എന്ന കാര്യമാണ് പറയാൻ പഠിപ്പിച്ചത്. എന്നിട്ട് അല്ലാഹുവിന്റെ സ്നേഹാണിന്റെ തന്നെ സൃഷ്ടിച്ചവനാരാണെന്ന് നിങ്ങളെ ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചതാരാണോ ആ റബ്ബിനെയാ നിങ്ങൾ അംഗീകരിക്കേണ്ടത്. ആ റബ്ബിനാ നിങ്ങളുടെ ഖൽബ് നിങ്ങൾ കൈമാറേണ്ടത്. ഇതാ ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അല്ലാഹുവിന്റെ ഹബീബ് അധർമ്മകാരികളായിരുന്ന ഒരു കാലഘട്ടത്തെ ഏറെ ക്രമപ്പെടുത്തിയത് 3Ws എന്നാണ്. ഇന്ന് ചില ലോകത്തേക്ക് കടന്നു പോകാനും ഇതാ ഉപയോഗിക്കുന്നത് ഈ 3W. നിങ്ങളെ മുമ്പിലിരിക്കില്ലേ സാധനം? നിങ്ങളുടെ മുമ്പിലും ഇരിക്കുന്നില്ലേ ഒരു സാധനം? ചില ലോകത്തേക്ക് കടന്നു പോകാൻ ഇൻഫർമേഷന്റെ വിവര സാങ്കേതിക വിദ്യ പുരോഗമിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിജ്ഞാനത്തിന്റെ മഹാലോകത്തേക്ക് കടന്നു പോകാൻ ഉപയോഗിക്കാറുള്ള 3Ws ഇത് തന്നെയാണ്. ആ W തമ്മിൽ ബന്ധമുണ്ടോ എന്ന് തോന്നാണ്. ആ ഡബ്ല്യുവും തമ്മിൽ വലിയ ബന്ധമുണ്ടോ എന്ന് സംശയിച്ചു പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ധർമ്മത്തിന്റെ വാഹകരായി നിലകൊള്ളാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ശ്രദ്ധിക്കണം, പുണ്യനബി അധർമ്മകാരികളായിരുന്ന കാലഘട്ടത്തെ അല്ലാഹുവിന്റെ ഹബീബ് നന്നാക്കിയെടുത്തതെങ്ങനെയാണ് പറഞ്ഞാണ് അല്ലാഹുവിന്റെ ഹബീബ് ജനതയെ നന്നാക്കിയെടുത്തത്. പ്രേമത്തിലൂടെ നന്നാക്കിയെടുത്ത്. ഏത് പ്രേമം? ഒരിക്കലും നിരാശ വരുത്താത്ത പ്രേമത്തിലൂടെ. ആ പ്രേമത്തിലൂടെയാണ് അധർമ്മകാരികൾ അല്ലാഹുവിന്റെ ഹബീബ് നന്നാക്കിയെടുത്തത്. വൈനുവാർവുമൻ, യുദ്ധവും മദ്യവും മധുരാക്ഷിയും നിയന്ത്രിച്ചിരുന്ന കാലഘട്ടമെന്ന് ചരിത്രകാരന്മാർ എഴുതി വെച്ചിരിക്കുന്ന കാലഘട്ടം. ആ കാലഘട്ടത്തെ മനസ്സിലാക്കാൻ പദ്യം മതി. അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ
ചൊല്ലൂ സ്വലാത്ത് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്ന ആ കാലഘട്ടത്തിന്റെ അധർമ്മത്തിന്റെ സ്വഭാവം, അധർമ്മത്തിന്റെ പാരമ്യത മനസ്സിലാക്കാൻ ഒരേ ഒരു വരി മതി. ഇദാമിത്തോ ഫദ്ഫന്നി ഇലാ ജംബി കറമതി തുറബി ഇലാമി ബഅദ മൗതി ഉറൂഖുഹാ. ഞാൻ മരിച്ചാൽ എന്നെ മുന്തിരിവള്ളിക്ക് ചുവട്ടിൽ കൊണ്ടുപോയി കുഴിച്ചു മൂടണേ. ആ കാലഘട്ടത്തിൽ അറബിയൊക്കെ പേടി എന്താ അറിയാം? മരിക്കാന്നല്ലേ പേടി. നമുക്കൊക്കെ പേടി മരിക്കാന്നല്ല. നമുക്കെല്ലാം മരണമാണ് പേടി, ഇവർക്ക് മരണമല്ല പേടി. മരിച്ചാൽ പടച്ച റബ്ബേ കള്ളു കുടിക്കാനും കഴിയില്ലല്ലോ. ആത്മത്യാഴം എത്രയാണ്? അല്ലാഹുവേ, മരിച്ചാൽ കല്ല് കുടിക്കാൻ കഴിയില്ലല്ലോ. ഇതായിരുന്നു അവരുടെ ഭയമെന്നല്ലേ ഈ വരി നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അവർ വസിയത്ത് ചെയ്തു വെച്ചോ, ഞാൻ മരിച്ചാൽ എന്നെ മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ കൊണ്ടുപോയി കുടിച്ചു മൂടണം. ഞാൻ മരിച്ചതിന് ശേഷം എന്റെ ശരീരത്തിന് മുന്തിരിച്ചാറിന്റെ വിജയപ്പെട്ട് മുന്തിരിവള്ളിയുടെ വേരുകൾ താഴ്ഭാഗത്തേക്ക് ഇറങ്ങി വന്ന ഞാൻ കിടക്കുന്ന ഖബറിൽ എന്റെ അസ്ഥിപഞ്ചരങ്ങളിൽ വന്നിട്ടത് എന്റെ അസ്ഥികൾ സ്പർശിക്കുമ്പോൾ എനിക്ക് മുന്തിരിച്ചാറിന്റെ ഒരു രുചി കിട്ടിയെങ്കിലോ എന്ന് കരുതിയിട്ട് വസിയത്ത് എഴുതി വെച്ചിരുന്നവരായിരുന്നവർ അധർമ്മത്തിന്റെ ആഴം നോക്കണേ. പോലെ സ്വലാത്തു ചൊല്ലൂ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളവരെ ആ സമൂഹത്തെ ധർമ്മത്തിന്റെ വാഗ്ദാക്കളാക്കി എടുത്തതെങ്ങനെയാ? അല്ലാഹുവിന്റെ ഹബീബ് അവരോട് പ്രേമിക്കാൻ പറഞ്ഞുവാരെ. നിരർത്ഥകമായ പ്രേമമല്ല, അർത്ഥശൂന്യമായ പ്രേമമല്ല, മാംസളഭാഗങ്ങളിൽ കണ്ടുവച്ചുള്ള പ്രേമമല്ല, ഭൗതികമായ നേട്ടത്തിന്റെ ലക്ഷ്യത്തിലുള്ള പ്രേമമല്ല. പിന്നെയോ അനശ്വരമായ മരണത്തെ പുൽകേണ്ടി വരുമ്പോഴും കൽബിനെ വേർപെട്ടു പോയിട്ടില്ലാത്ത, കൽബകളിൽ നിന്ന് വേർപെട്ടു പോയിട്ടില്ലാത്ത എന്നല്ല ജീവിതത്തെക്കാൾ നല്ലത് എന്റെ റബ്ബിനായുള്ള മരണമാണെന്ന് പറയാൻ പ്രേരിപ്പിച്ച പ്രേമമായിരുന്നവരുടെ കൽബിലേക്ക് അല്ലാഹുവിന്റെ ഹബീബ് കടത്തിവിട്ടത്. കടത്തിവിട്ടത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരോടുള്ള പ്രേമമാണ്? പ്രപഞ്ചനാഥനായ അല്ലാഹുവിനോടുള്ള പ്രേമമാണ്. സ്നേഹിക്കാൻ പഠിപ്പിക്കല, പ്രേമിക്കാൻ പഠിപ്പിക്കാം. ആരെ പ്രേമിക്കാൻ? കണ്ട അന്യവന്റെ മകളെയല്ല, അങ്ങാടിയിലൂടെ പോകുന്ന പെണ്ണിനെയല്ല. ചെറുപ്പക്കാരെ, ഇന്നത്തിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള കീബോർഡിലേക്ക് അമർത്തിക്കൊണ്ടിരിക്കുമ്പോൾ വഴിമാറി സഞ്ചരിച്ചുള്ള പ്രേമങ്ങളല്ല, ചാറ്റിങ്ങിലൂടെ ബന്ധപ്പെടുന്ന പെണ്ണിനെയല്ല. പിന്നെയോ ഒരിക്കലും അന്യമായി പോകാത്ത പ്രേമമാ. അതാരോടുള്ള പ്രേമം? പ്രപഞ്ചനാഥനായ അല്ലാഹുവിനോടുള്ള പ്രേമമാണ്. ആ സ്നേഹത്തിലൂടെയാണ് പുണ്യനബി കാട്ടറുകളെ നന്നാക്കിയെടുത്തത്. സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകം പോലും അത്ഭുതപ്പെട്ടില്ലേ? മഹാത്മജി പോലും പറഞ്ഞതെന്താ? ദി വണ്ടർഫുൾ പേഴ്സണാലിറ്റി, ഞാൻ ചരിത്രത്തിൽ കണ്ട ഏറ്റവും അത്ഭുതമാണ് മുഹമ്മദ്. എന്താണ് ഹിറ്റ്ലർ പറഞ്ഞത്? ഈ ലോകത്തിന്റെ അധികാരം മുഹമ്മദിന്റെ കയ്യിലേൽപ്പിച്ചാൽ ലോകം എത്രമേൽ നന്നാകുമെന്ന് അഭിപ്രായപ്പെട്ടതാരാ? ക്രൂരനായ ഹിറ്റ്ലറായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ലോകം നമ്രശിരസ്കരായി ഇരിക്കുകയാണ് പുണ്യനബിയുടെ മുമ്പിൽ. എങ്ങനെ? മായാജാലങ്ങളില്ല, മായാജാലങ്ങളിലൂടെ പുണ്യനബിയ സമൂഹത്തെ നന്നാക്കിയെടുത്തത്. അധർമ്മത്തിന്റെ വാഹകരായിരുന്ന കാട്ടറബികളെ ഇരിമൂല്യം കൊഞ്ഞനാ പ്രവാചകൻ മാറ്റിയെടുത്തത്. പ്രേമത്തിലോ ആരെ പ്രേമിക്കാനാ പറഞ്ഞത്? രാജാതിരാജനായ പ്രപഞ്ചനാഥനായ അല്ലാഹുവിനെ. ഞങ്ങൾക്ക് ഏറ്റവും ഗുണം ചെയ്ത റബ്ബിനെ പ്രേമിക്കാൻ പറഞ്ഞു. അല്ലാഹുവിന്റെ സ്നേഹം അവരുടെ കൽബിലേക്ക് അല്ലാഹുവിന്റെ ഹബീബ് കടത്തിവിട്ടത്. ആ പ്രേമം അവരുടെ കൽബിലേക്ക് കടത്തിവിട്ടപ്പോൾ ഏക ധർമ്മങ്ങൾ വന്നവരെ വരെയും ചെയ്ത്
രക്ഷപ്പെടും. ആ ധർമ്മങ്ങളൊന്നും എന്റെ സഹോദരങ്ങളെ അവരെ കീഴടക്കാൻ ആ ധർമ്മങ്ങൾക്കൊന്നും കഴിഞ്ഞതേയില്ല. എന്നല്ല, അധർമ്മകാരികളായിരുന്നവർ അധർമ്മത്തിൽ നിന്ന് മുക്തരായി അധർമ്മം അവരുടെ ജീവിതത്തിന് മുമ്പിലേക്ക് വരുമ്പോൾ പലപ്പോഴും അവർ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പൊട്ടിക്കരഞ്ഞ ചരിത്രങ്ങൾ, ചരിത്ര സംഭവങ്ങളെ വായിച്ചെടുക്കാൻ കഴിയും. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സ്നേഹം ആ സ്വഹാബത്തിലേക്ക് ഇൻജക്ട് ചെയ്തത്, ഈ സ്നേഹം ആ സ്വഹാബികളുടെ കൽബിലേക്ക് അതിൽ ശ്രദ്ധിക്കുന്നത് വിശുദ്ധമായ മദീന. മദീന മുനവ്വറയിൽ പോകുമ്പോൾ ആ ചരിത്രം ഓർക്കാൻ കഴിയില്ല എന്ന് കാണുമ്പോൾ കുന്നിന് മുകളിൽ വെള്ളത്തിന്റെ ടാങ്കുണ്ട്, ഒരു ചെറിയ വെള്ളത്തിന്റെ ടാങ്കുണ്ട്. ആ ചെറിയ കുന്ന് കാണുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ ആ ചരിത്രം മനോമുഖരത്തിലൂടെ കണ്ട ഭോഗം മഹാനായ മാഇസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിയ, അല്ലാഹുവിന്റെ ഹബീബിന്റെ പിന്നിൽ നിസ്കരിച്ച സ്വഹാബിയ. കേൾക്കണമെന്റെ ചെറുപ്പക്കാരെ, ഒരു പ്രേമത്തിന്റെ കഥ പറയുകയാണ് ഞാൻ. എന്റെ പ്രിയമുള്ളവരെ, ഒരു പ്രേമത്തിന്റെ കഥ പറയുകയാണ് ഞാനിവിടെ. ആരുടെ പ്രേമമാ? മഹാനായ മാഇസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ പ്രേമമാ. എന്റെ പ്രേമമാണിത്. റബ്ബിനോടുള്ള പ്രേമം ശ്രദ്ധായപ്പോൾ എന്റെ നിരർത്ഥകമായ പ്രേമത്തെ വലിച്ചെറിഞ്ഞു അല്ലാഹുവിനോടുള്ള പ്രേമത്തിൽ പോയി, പടച്ച റബ്ബിനോടുള്ള സ്നേഹത്തിൽ പോയി മരണം വരിക്കാൻ തയ്യാറായ മഹാനായ മാഇസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട സ്വഹാബിയ, അല്ലാഹുവിന്റെ റസൂൽ മദീന പള്ളിയിൽ തന്റെ സ്വഹാബികളോട് കൂടെ ഇരിക്കുകയാ. കേൾക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദര, പ്രപഞ്ചനാഥനായ അല്ലാഹുവിൽ നിന്ന് മറച്ചു വെക്കാത്ത പ്രേമ പറിച്ചു വെക്കാൻ ഒരു പ്രേമത്തെയും കഴിയില്ലല്ലോ. ഒരു പ്രേമത്തെയും പടച്ച റബ്ബിൽ നിന്ന് മറച്ചു വെക്കാൻ കഴിയില്ലല്ലോ. രാത്രി കൂട്ടിൽ കൈവരിച്ചുകൊണ്ടിരിക്കുമ്പോഴും എന്റെ മൊബൈൽ ഫോണുകൾ ചലിച്ചുകൊണ്ടിരിക്കുമ്പോഴും കാണുന്ന പ്രപഞ്ചനാഥനായ അല്ലാഹുവിനെ മറച്ചു വെക്കാനും കഴിയില്ലല്ലോ. മഹാനായ മാഇസ് റളിയല്ലാഹു അൻഹു ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളുടെ കൂട്ടത്തിലിരിക്കുമ്പോഴാ മദീന പള്ളിയിലേക്ക് ഓടി വരുന്നു. അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് തഹ്ഹിർനി എന്റെ ശരീരം വരകൊള്ളുന്നുണ്ട്. വറച്ചുകൊണ്ടാ പുണ്യനബിയുടെ സന്നിധിയിലേക്ക് ഓടി വരുന്നത്. നബിയേ എന്നെ ശുദ്ധിയാക്കി തരണം നബിയേ. ഇതാണ് മഹാനായ മാഇസ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാഇസ് റളിയല്ലാഹു അൻഹു വന്ന് പറഞ്ഞ സംഗതി റസൂലുള്ളാഹിക്ക് പിടികിട്ടി. നബിയേ, ഞാൻ വ്യഭിചരിച്ചു പോയിട്ടുണ്ട് നബിയേ, എന്നെ ഒന്ന് ശുദ്ധിയാക്കി തരണം യാ റസൂലല്ലാഹ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി മാഇസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, മാഇസേ അങ്ങ് വ്യഭിചരിച്ചതായിരിക്കില്ല, മാഇസേ അങ്ങൊരു പെണ്ണിനെ നോക്കിപ്പോയതായിരിക്കാം, തൗബ ചെയ്തേക്ക് മാഇസേ. പുണ്യനബിക്ക് മനസ്സിലാവാത്തത് കൊണ്ടല്ല, പിന്നെയോ ആരും കണ്ടിട്ടില്ലല്ലോ. മാഇസ് റളിയല്ലാഹു അൻഹുവും പ്രപഞ്ചനാഥനായ അല്ലാഹു ഈ വ്യഭിചരിച്ച പെണ്ണുമല്ലാതെ നാലാമതൊരാൾ കണ്ടിട്ടില്ല, നാലാമതൊരാൾ അറിയില്ല. മാഇസ് റളിയല്ലാഹു അൻഹു വന്ന പുണ്യനബിയോട് പറയുകയാണ്, യാ റസൂലല്ലാഹ് എന്നെ ശുദ്ധിയാക്കി തരണം നബിയേ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയത്ത് മാഇസിനോട് പറഞ്ഞു, മാഇസേ നിങ്ങൾ തൗബ ചെയ്തേക്ക് മാഇസേ, അല്ലാഹു പുറത്തു തരട്ടെ, നിങ്ങളൊരു പെണ്ണിനെ നോക്കിപ്പോയതായേക്കാം. മാഇസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ ഞാൻ നോക്കിയതല്ല നബിയേ, ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്. തഫ്സിർനി യാ റസൂലല്ലാഹ് എന്നെ ശുദ്ധിയാക്കി തരണം നബിയേ. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോഴും മാഇസിനോട് പറഞ്ഞു, മാഇസേ ചെയ്യേ അങ്ങൊരു
ചരിത്രയുകയാൽ കേൾക്കണമെന്റെ പ്രിയമുള്ളവരെ, എങ്ങനെയാണ് ആ അധമമായിരുന്ന സമൂഹത്തെ പുണ്യനബി ഏറ്റവും വലിയ ചൈതന്യത്തിന്റെ ഉടമകളാക്കി മാറ്റിയത് ചരിത്രം പഠിപ്പിക്കുകയാ. മാഇസ് റളിയല്ലാഹു അൻഹു പോലും മടി വരുന്നുണ്ട് സഹോദര. മഹാനായ മാഇസ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബ് തന്നെ ഒഴിവാക്കി വിടുന്നു വന്ന് കണ്ടപ്പോൾ, അല്ലാഹുവിന്റെ റസൂൽ തന്നെ ഒഴിവാക്കി വിടുകയാണെന്ന് കണ്ടപ്പോൾ, കുറ്റം ചെയ്ത കുറ്റവാളിയാ നിങ്ങൾ ആലോചിക്കണം. എതിർ കക്ഷിയല്ല, തെറ്റ് തെളിയിക്കാൻ വന്ന ആളല്ല, സാക്ഷിയായി കൊണ്ടുവന്ന ആളല്ല, സാക്ഷിയായി പ്രപഞ്ചനാഥനല്ല. ഈ കുറ്റകൃത്യത്തിന് സാക്ഷിയായി വേറൊരാളുമില്ലെന്റെ പ്രിയമുള്ളവരെ. മഹാനായ മാഇസ് റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി പുണ്യനബി തന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. ഉടനെ മാഇസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, ഞാൻ നോക്കിയതല്ല, ഞാൻ സ്പർശിച്ചതല്ല, യാ റസൂലല്ലാഹ്. അതെനിക്ക് പരസ്യമായി പറയാൻ മടിയുണ്ട്, പക്ഷേ ശ്രദ്ധിക്കണം, യഥാർത്ഥമായ സ്നേഹം കൽബിലേക്ക് കടത്തിവിട്ടപ്പോൾ നിങ്ങൾ ആലോചിക്കണം, നിരർത്ഥകമായി വന്നുപോയ പ്രേമത്തിന്റെ കാര്യത്തിൽ ഖേദിച്ചു വന്നല്ല, തൗബ ചെയ്യാൻ തയ്യാറാവുകയാണ്. പറഞ്ഞു, നബിയേ, ഒരാൾ സുർമയിടാൻ സുർമയുടെ പാത്രത്തിലേക്ക് സുർമക്കോൽ എങ്ങനെയാണോ താഴ്ത്താറുള്ളത്, ഹബീബായ നബിയേ, അനുഭവിച്ചു പോയി. യാ റസൂലല്ലാഹ്. നിങ്ങൾ ആലോചിക്കേണ്ട പ്രിയമുള്ളവരെ, ലോക ചരിത്രത്തിൽ ഒരു കുറ്റവാളി ഇങ്ങനെ കുറ്റം വിളിച്ചു പറഞ്ഞ ചരിത്രം തെളിയിക്കാൻ കഴിയില്ല. ഒരു കുറ്റവാളി ഇങ്ങനെ കുറ്റം വിളിച്ചു പറഞ്ഞ ചരിത്രം ഖണിക്കാൻ കഴിയില്ല. കുറ്റവാളി ഒഴിവാക്കാൻ ശ്രമിക്കുകയാൽ നിയമക്കുരുക്കൾ കൊടുക്കുകയില്ല. ചോദ്യം ചെയ്ത് കീഴ്പ്പെടുത്താനും സമ്മതിപ്പിക്കാനും തയ്യാറാവുകയില്ല. പിന്നെ രഹസ്യമായി ചെയ്തു പോയ തെറ്റാ പടച്ച റബ്ബിനോട് തൗബ ചെയ്ത് നന്നായിക്കോട്ടെ എന്ന് കരുതി പുണ്യനബി ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോഴാ തന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണോ? പുണ്യനബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഈ കുറ്റം എന്നിൽ നിന്ന് സംഭവിച്ചു പോയതാണ്. എങ്ങനെയാണോ സുർമക്കുപ്പിയിലേക്ക് സുർമയുടെ കോല് താഴ്ത്താറുള്ളത്, അതേപോലെ തെറ്റെന്നിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുണ്ട് നബിയേ, യാ റസൂലല്ലാഹ്. അതുകൊണ്ട് നബിയേ, ജനകോടികൾ ഒരുമിച്ച് കൂടുന്ന വിശാലമായ മഹ്ശറയിൽ അല്ലാഹുവിന്റെ ഹബീബേ, അങ്ങടക്കമുള്ള വിശാലമായ മഹ്ശറയിലേക്ക് എന്റെ പ്രപഞ്ചന്റെ അല്ലാഹുവിന്റെ ഹബീബേ, ഞാൻ വഷളാക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. അതുകൊണ്ട് ഹബീബേ, ഈ തെറ്റിന് എന്താണോ ാക്കണം യാ റസൂലല്ലാഹ്. മാഇസ് റളിയല്ലാഹു അൻഹു ഹബീബായി നബിയുനാ മുഹമ്മദ് മുസ്തഫ എന്താണോ എന്തിനായ മാഇസ് റളിയല്ലാഹു അൻഹു ഹബീബായി നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ചു പോയല്ലോ. പിന്നെ മാറുന്നതുമല്ല, റസൂലുള്ളാഹി പറയുകയാണ്, സ്വഹാബ എന്റെ മാഇസിന്റെ വസ്ത്രം കൂട്ടിക്കെട്ടോ സ്വഹാബ. മഹാന്മാരായ സ്വഹാബികളുടെ മാഇസ് റളിയല്ലാഹു അൻഹുവിന്റെ വസ്ത്രം കൂട്ടിക്കെട്ടുകയാണ്. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, സ്വഹാബ, മദീനത്തിൽ നിന്നുകൊണ്ട് എന്റെ സഹോദരാര്യ ആളുകൾക്ക് കാണിച്ചു കൊടുക്കാറുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് ആ രംഗം കണ്ടുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ കണ്ണ് പോലും ഈ റണമിഞ്ഞു പോയ സംഭവം ഉണ്ടായത് ആ ചെറിയ കുന്നിൽ വെച്ച അല്ലാഹുവിന്റെ ഹബീബ് സ്വഹാബികളോട് പറഞ്ഞു, സ്വഹാബ, മാഇസിനെ കൊണ്ടുപോയി നിർത്തൂ സ്വഹാബ. ആ കുന്നിന് മുമ്പിൽ, ആ കുന്നിന് മുകളിൽ സ്വഹാബികൾ കൊണ്ടുപോയി നിർത്തി. അല്ലാഹുവിന്റെ ഹബീബ് സ്വഹാബികളോട് പറഞ്ഞു, സ്വഹാബ, മലയിൽ സ്വഹാബികളെല്ലാം വലിയ വലിയ മുട്ടക്കല്ലുകളും ചെറിയ ചെറിയ കല്ലുകളുമൊക്കെ എടുത്തുകൊണ്ടതാവർ കയ്യിൽ കരുതിയിട്ടിരിക്കുകയാണ്. മാഇസ് റളിയല്ലാഹു അൻഹുവിനെ ആ കുന്നിന് മുകളിൽ കൊണ്ടുപോയി നിർത്തി. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു ചുറ്റുഭാഗത്തും നിൽക്കുന്ന സ്വഹാബികളോട്, സ്വഹാബ, എറിയോ സ്വഹാബ. മഹാനായ മാഇസ് റളിയല്ലാഹു അൻഹു വിവാഹിതനായ ആൾ വ്യഭിചരിച്ചാലുള്ള ശിക്ഷ എന്താ? എറിഞ്ഞു കൊല്ലണമെന്ന
അടപ്പിക്കുകയാ. പുണ്യനബി പറഞ്ഞു, ചുറ്റത്തുന്ന സ്വാഭികയാണ്. ഓരോ ഭാഗത്തു നിന്ന് ഏറ് വരുമ്പോൾ, ഈ ഭാഗത്തു നിന്ന് ഏറ് വരുമ്പോൾ ഏറുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ മറുഭാഗത്തേക്ക് ഓടുന്നു. അപ്പോഴേക്ക് മറുഭാഗത്ത് നിന്ന് ഏറ് വരുമ്പോ 4 ഭാഗങ്ങളിൽ നിന്ന് ഏറ് വരികയാണ്. ശരീരത്തിലേക്ക് ഏറ് വന്ന് പതിക്കുമ്പോ വിളിച്ചു ചോദിക്കുകയാണ്, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹു എനിക്ക് പൊറുക്കില്ലയോ നബിയേ? 4 ഓടിയപ്പോൾ സഹാബികൾ പിന്നാലെ ഓടിയെറിഞ്ഞോ. അവസാനമതാ മഹാനായ ആയിഷ റളിയല്ലാഹു അൻഹ ഏറുകൊണ്ട് നിലത്ത് വീണ് പിടഞ്ഞു മരിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, അപ്പോഴും ആ വിളിച്ചു പറയുന്നത് എന്താ? പടച്ചോപ്പ് എന്നോട് പൊറുക്കണയല്ല. നബിയോട് വിളിച്ചു ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ആയിഷയോട് എന്റെ റബ്ബ് പൊറുക്കില്ലയോ നബിയേ? ആയിഷ റളിയല്ലാഹു അൻഹ പിടഞ്ഞു മരിക്കുകയാണ്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രംഗുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബിന്റെ 2 കണ്ണും നിറഞ്ഞുപോയെന്ന് മാത്രമല്ല, പുണ്യ നബി പറഞ്ഞു, സഹാബാ, ആയിഷന്റെ തൗബ കാരണം അല്ലാഹുവിന്റെ അർശിന്റെ കാലുകൾ പോലും വിറച്ചുപോയി. സഹാബാ, ആയിഷന്റെ തൗബ ഒരു ജനതയ്ക്ക് മുഴുവൻ മതിയായ തൗബയാണെന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വയം ചെയ്ത കുറ്റമേറ്റു പറഞ്ഞ തന്റെ റബ്ബിലേക്ക് തിരിച്ചു പോകാൻ, ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. പടച്ചോനെ, എന്റെ ജീവിതത്തിൽ വന്നുപോയൊരു തെറ്റ്, നിന്നോടുള്ള എന്റെ അടുപ്പം അകറ്റിക്കളഞ്ഞോ എന്ന ചിന്തയാണ്. ഈ സ്നേഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പക്കാർ പറഞ്ഞു, ഈ യൗവനത്തെ പിടികൂടുന്ന എന്റെ സ്വന്തം കൂട്ടുകാരുണ്ട് ചർച്ച. ചെറുപ്പക്കാരെ നന്നാവാൻ എന്താ വഴി വെച്ചു? ഒരാൾ പറഞ്ഞു, മൊബൈലൊക്കെ നിരോധിക്കലാണ്. വേറൊരുത്തൻ പറഞ്ഞു, മൊബൈല് നിരോധിക്കണമെന്നില്ല, പരസ്പരം ബന്ധപ്പെടാനുള്ള ഒരു മാർഗമാണല്ലോ, നിരോധിക്കലാണ് അതിനുള്ള. പല ആളുകളും ഫലഭിപ്രായപ്പെട്ടു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ ഇന്റർനെറ്റോ മൊബൈലോ സംവിധാനമോ ഒന്നുമില്ലാത്ത കാലഘട്ടം ഈ കാലഘട്ടത്തെക്കാളും വലിയ അധർമ്മത്തിന്റെ കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തെ പുണ്യനബി എങ്ങനെ മാറ്റിയെടുത്തത്? ഈ ഒരൊറ്റ സ്നേഹം, പടച്ച റബ്ബിനോടുള്ള സ്നേഹം അവരുടെ കൽബിലേക്ക് ഇഞ്ചക്ട് ചെയ്തു. അല്ലാഹുവിനോടുള്ള സ്നേഹം അവരുടെ കൽബിലേക്ക് ഇഞ്ചക്ട് ചെയ്തു. ആ സ്നേഹമില്ലാത്തതല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കണി, രാത്രികാലങ്ങളിൽ നമ്മുടെ മൊബൈലുകൾ വഴിമാറി സഞ്ചരിച്ചത് നമുക്കറിയോ? കണ്ണൂർ ജില്ലയിൽ, സ്ഥലം ഞാൻ പറയില്ല, ഒരു ഭാഗത്ത് വർഗീയ കലാപമുണ്ടായി. ഞാൻ അവസാനിപ്പിക്കുന്നു. ദുആ പ്രധാനം. ഈ വിഷയം നമ്മൾ പറഞ്ഞിട്ടില്ല. ഇൻഷാ അല്ലാഹ് എവിടെയെങ്കിലും ഒരു വേദി കിട്ടുമ്പോൾ ആദ്യ ഭാഗം മുതൽ തുടങ്ങി നമ്മൾ പറയും. കണ്ണൂർ ജില്ലയിൽ ഒരു വർഗീയ കലാപം നടന്ന പ്രദേശം. ആ സമയത്ത് അവിടെയുള്ള ഫോൺ കോളുകൾ, രാത്രികാലങ്ങളിലുള്ള ഫോൺ കോളുകൾ പോലീസ് നിരീക്ഷിക്കാൻ തുടങ്ങി. ആ പോലീസ് ഉദ്യോഗസ്ഥൻ ആ പ്രദേശത്തുള്ള ഏറ്റവും പ്രധാനിയായ ഒരാളോട് പറഞ്ഞെന്തറിയോ? ഒരു മുസ്ലിം പ്രധാനിയോട് അയാൾ പറയാൻ, പോലീസ് ഉദ്യോഗസ്ഥൻ, സഹോദര, അർദ്ധരാത്രിക്ക് ശേഷം നിങ്ങളുടെ ആളുകളുടെ വീട്ടിൽ നിന്ന് പോകുന്ന ഫോൺ കോളുകൾ കേൾക്കാൻ കഴിയുന്നില്ല. അത്ര മോശമായ ലൈംഗികമായ ഇച്ഛകളും വേടിച്ചകളുമുള്ള രീതിയിലുള്ള സംസാരങ്ങളാണ് മൊബൈൽ ടവറുകൾ വഴി കൈമാറപ്പെടുന്നത്. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ ആലോചിക്കണം, എന്റെ കൽബിനോടുള്ള പ്രേമമില്ലേ? പടച്ച റബ്ബിനോടുള്ള സ്നേഹമില്ലേ? അത് കൽബിലേക്ക് കടന്നിട്ടില്ല. കടന്നെങ്കിൽ ആ സമൂഹത്തിൽ മാറ്റമുണ്ടാക്കാൻ കഴിയും. പാരായണം ചെയ്തിട്ടുണ്ടാകുമല്ല. സൂറത്തുൽ കഹ്ഫ് എന്ന് പറയുന്ന അധ്യായം, ആ അധ്യായത്തിൽ എന്താ പറയേണ്ടത്? നിങ്ങൾ ചിന്തിക്കണോ? ആ അധ്യായത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, ഒരു സാമ്രാജ്യം മുഴുവൻ, ഒരു രാജ്യം മുഴുവൻ തങ്ങളുടെ വിശ്വാസ ആചാര കർമ്മങ്ങൾക്കെതിരാണ്. ഇന്നഹും ഫിദിയത്തുന്നാ بربهم وزدناهم هدى وربطنا على قلوبهم
ഉപയോഗിച്ച പദം ശ്രദ്ധിക്കണം. വറബത്ന അലാ ഖുലൂബിഹിം. ഇദാ റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ് ലൻ നദ്ഉ മിൻ ദൂനിഹി ഇലാഹൻ ലഖദ് ഖുൽനാ ഇദൻ ശതതാ. വിശുദ്ധമായ ഖുർആൻ പറയുന്നത് ചെറുപ്പക്കാരെ പരിമായ ഖുർആൻ ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യർക്കുള്ള വഴി വെളിച്ചമാണ് ഖുർആൻ. അല്ലേ? വെളിച്ചം മനുഷ്യൻ എന്തിനാ ഉപയോഗിക്കുക? ഞാൻ ചോദിക്കട്ടെ, ഈ ഘടിപ്പിച്ചിരിക്കുന്ന ട്യൂബ് ലൈറ്റുകളും ബൾബും പ്രകാശവും ഒന്നുമില്ലേ? നിങ്ങൾക്ക് ആർക്കും ഈ സ്ഥലത്തേക്ക് വരാൻ കഴിയില്ല. വരുന്നവരെല്ലാം തടഞ്ഞു വീടും. ഇരുട്ടത്താ നിങ്ങൾ നടക്കുന്നതെങ്കിൽ എന്തിനേറെ തങ്ങളെ മുസാഫഹത്ത് ചെയ്യാൻ തങ്ങൾ ഇവിടെ ഇരുന്ന സമയങ്ങളൊക്കെ വന്നില്ലേ? ഇവിടെ ഈ വെളിച്ചല്ലെങ്കിൽ അധിക ആളുകൾ ഈ കയറ്റം കയറുന്ന സമയത്ത് തടഞ്ഞു വീടും. വെളിച്ചമാണ് നമ്മളെ നടക്കാൻ സഹായിക്കുന്നത്. ജീവിതമാകുന്ന വഴിയാത്രയിൽ, ജീവിതമാകുന്ന യാത്രയുടെ വഴിയിൽ നമുക്ക് വഴി വെളിച്ചമാകേണ്ടത് വിശുദ്ധ ഖുർആന. നല്ലോ ശ്രദ്ധിക്കണം. 20 ലോകാവസാനം വരെയുള്ള മുഴുവൻ ചെറുപ്പക്കാർക്കും അല്ലാഹു നൽകുന്ന സന്ദേശം എന്താ? യൗവനമേ, നിങ്ങൾക്ക് അന്നാവാൻ ആഗ്രഹമുണ്ടോ? നിങ്ങളെ പടച്ചുറപ്പിനോടുള്ള സ്നേഹമാണ് നിങ്ങളുടെ കൽബിലേക്ക് കയറ്റിവിടേണ്ടത്. ഞാൻ പറഞ്ഞതാ ഇന്നർബിന്നഹും വിദിയത്തുൻ ആമനൂ ബിറബ്ബി. രാജാവിന്റെ കാര്യത്തിൽ കാലത്തിനിടക്കാണ് അവർ ജീവിച്ചത്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രായം അങ്ങനെയാണ്. പറഞ്ഞ സംഭവം, രാജാവ് ബിംബാരാധകനായിരുന്നു, ബഹുദൈവ വിശ്വാസിയായിരുന്നു. ഒരു രാജ്യത്തെ മുഴുവൻ ജനതയും ഈ 7 വരുന്ന ചെറുപ്പക്കാരുടെ വിശ്വാസത്തിനെതിരാണ്. ശ്രദ്ധിക്കണം, നിങ്ങളവിടെ നല്ലപോലെ ശ്രദ്ധിക്കണം എന്റെ പ്രിയമുള്ളവരെ. ഈ 7 വരുന്ന ചെറുപ്പക്കാരുടെ വിശ്വാസത്തിനാണ് ഒരു സാമ്രാജ്യത്തെ മുഴുവൻ ജനങ്ങളും, ഒരു രാജ്യത്തെ മുഴുവൻ ജനങ്ങളും, ആ രാജ്യത്തിന്റെ ഭരണസിരാ കേന്ദ്രങ്ങളുമല്ല അവരുടെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങൾക്കെതിരാണ്. 7 വരുന്ന ചെറുപ്പക്കാർ മാത്രം ദഖിയാനോസ് രാജാവല്ലേ തങ്ങളുടെ സാമ്രാജ്യത്ത് തന്നെ മതത്തിൽപ്പെട്ടവരില്ലാത്ത ആളുകളെ പിടിച്ചു കെട്ടണമെന്ന് ഓർഡർ നൽകുന്നത്. ഉടനെ നിങ്ങൾ ആലോചിക്കുക, ഖുർആൻ പറയുകയാണ്, ഒരു സാമ്രാജ്യം മുഴുവൻ തങ്ങൾക്കെതിരായി ഇരുന്നിട്ട് പോലും അല്ലാഹ് പടച്ചറപ്പിനെ കൈവിടാൻ അവർ തയ്യാറായില്ല. ഇന്നഹും ഫിദിയത്തുൻ റബ്ബിഹിം വസിദ്നാഹും ഹുദാ. അവർ അല്ലാഹുവിനോട് വിശ്വസിച്ച ചെറുപ്പക്കാരായിരുന്നു. എന്തേ പടച്ചറപ്പിനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിശുദ്ധമായ ദീനിനെതിരായി, തങ്ങളുടെ വിശ്വാസാചാരങ്ങൾക്കെതിരായ രാജ്യം ചുറ്റുപാട് അങ്ങനെയാണെപ്പോഴും പറയാറുള്ളത് എന്താ? സാഹചര്യങ്ങൾക്ക് വഴിപ്പെട്ടു പോകലാണ് ചെറുപ്പക്കാരെ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു വരുന്നത് തങ്ങളുടെ വീടിന്റെ അകത്തളങ്ങൾ തങ്ങളുടെ വിശ്വാസത്തിനെതിരാ, തങ്ങളുടെ കൂട്ടുകാരതിനെതിരാ, തങ്ങളുടെ നാടതിനെതിരാ, സമൂഹത്തിലെ ഉന്നതരതിനെതിരാ, മാത്രമല്ല സാമ്രാജ്യം പോലും അതിനെതിരാ. 7 ചെറുപ്പക്കാർ പടച്ചുറപ്പിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൽ അചഞ്ചലമായി വിശ്വസിച്ചോ. അല്ലാഹു പറയുകയാണ്, പടച്ചുറപ്പത ആ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ അവരെ അല്ലാഹു പ്രാപ്തമാക്കുകയാണ്. വറബത്നാ അലാ ഖുലൂബിഹിം ഇദ് ഖാമൂ. പറഞ്ഞത് വറബത്നാ അലാ ഖുലൂബിഹിം, ഞാൻ അവരുടെ കൽബുകളെ കെട്ടി. റബത്ത എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? റബത്ത, കെട്ടി. ശ്രദ്ധിക്കണം, ഈ ഒറ്റ പദം ഞാൻ ഇവിടെ പറഞ്ഞു. ഈ ഒരേ ഒരു പദം, ഈ ഒരേ ഒരു പദം, ആ പദമേ ഈ വിഷയത്തിൽ ഞാൻ കൈമാറാനും ആഗ്രഹിക്കുന്നുള്ളൂ. വിഷയത്തിന്റെ ഒരു ഭാഗത്തുകൂടെ മാത്രമേ നമ്മൾ കൊള്ളൂ. കെട്ടീന, കെട്ടൽ എന്തുകൊണ്ടാണ്? കെട്ടാറുള്ളത് എന്തുകൊണ്ടാണ്? കാരണം ഓരോ കഴുത്തിലും കെട്ടീന, പക്ഷെ അത് മുറുക്കിയിട്ടല്ല കെട്ടിയെന്ന് മാത്രം. മുറുക്കിയിട്ട് കെട്ടിയാലാണ് പണി തീർന്നു പോകും.
കൽബിന് മുകളിൽ നമ്മൾ കെട്ടി. വറബത്നാ അലാ ഖുലൂബിഹിം. എന്താണ് കെട്ട്? എന്താണ് ആ കെട്ട്? ശ്രദ്ധിക്കുക നിങ്ങൾ. എല്ലാ സാഹചര്യവും എതിരോ ആ കെട്ടുകൊണ്ട് തന്നെ എല്ലാ സാഹചര്യങ്ങളെയും തൃണവൽഗണിക്കാൻ കഴിഞ്ഞോ. ഏതാണ് ആ കെട്ടെന്നറിയുമോ എന്റെ പ്രിയമുള്ളവരെ? മഹബ്ബത്തുള്ള 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 പടച്ച റബ്ബിലുള്ള വിശ്വാസം മാത്രമല്ല, അല്ലാഹുവിനോടുള്ള വിശ്വാസം മാത്രമല്ല, പടച്ചുറപ്പിനോട് ഖൽബ് നിറയുള്ള സ്നേഹമുണ്ടായിരുന്നവർ. ആ സ്നേഹം അവരുടെ ഖൽബിലുണ്ടായപ്പോ രാജ്യവും വീടും പരിസരവും കൂട്ടുകാരും മുഴുവൻ തങ്ങൾക്കെതിരായപ്പെടും, വിശ്വാസത്തിനെതിരായപ്പെടും. അതെല്ലാം വലിച്ചെറിഞ്ഞ് ഓടിപ്പോകാൻ അവരെ പ്രേരിപ്പിച്ചു. ഒരൊറ്റ സംഭവം സൂറത്തുൽ കഹ്ഫ് മാത്രം ഞാൻ ഈ വിഷയത്തിൽ പറയാൻ മാത്രമുണ്ട്. സാധുവായ ഒന്നും തിരിയാത്ത എനിക്ക് തിരിഞ്ഞ് മാത്രം ഞാൻ പറഞ്ഞാൽ, ഒന്നും മനസ്സിലാവാത്ത തിരിയാത്ത എനിക്ക് തിരിയാവുന്ന ചെറിയ കാര്യം ഞാൻ പറഞ്ഞാൽ അതുതന്നെ എമ്പാടും വിശദീകരിക്കാനുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ ഓർത്തുപോവുകയാണ്, മഹാന്മാരായിരുന്നു നമ്മുടെ മുമ്പിൽ ഇത് പറയാനുള്ളതെങ്കിൽ എത്രമേൽ ശക്തമായവർക്ക് പറയാനുണ്ടാകും. ചെറുപ്പക്കാരെ, കാലം പഴിച്ചു പോയത് ഇവിടെയാ. ഖൽബിനെ അനർത്ഥമായ പ്രേമങ്ങളിൽ കൊണ്ടുപോയി ഖൽബുകളെ കെട്ടിയിരിക്കുകയാണ്. മാംസങ്ങളെ മോഹിച്ചുള്ള പ്രേമമല്ല, മാംസങ്ങളെ ആഗ്രഹിച്ചുള്ള പ്രേമമല്ല, ശരീരത്തിന്റെ സുഖം ആഗ്രഹിച്ചുകൊണ്ടുള്ള പ്രേമമല്ല, പ്രേമമാ. ആ പ്രേമത്തിലൂടെ ലോകത്തെ നന്നാക്കിയെടുക്കാൻ കഴിയൂ എന്ന് പഠിപ്പിച്ച നബി ആ പുണ്യനബി. ചെല്ലണം പുണ്യനബി. അതാരാ? പടച്ചറപ്പ്. കൽബിൽ അല്ലാഹു കെട്ട് കെട്ടി. എന്താണ് കെട്ട്? മഹബ്ബത്തിന്റെ കെട്ട് അല്ലേ? അങ്ങനെയല്ലേ? അതിന് പ്രേമിച്ചു നോക്കണം അല്ലേ? പ്രേമിച്ചാൽ അങ്ങനല്ലേ? ആന്ന് പറയണമെങ്കിൽ നിങ്ങൾ ആ ഒരു ഉത്തരം പറഞ്ഞില്ലേ? ആന്ന് പറയണമെങ്കിൽ എന്താണോ? ഉണ്ടല്ല. ആന്ന് പറഞ്ഞാൽ എന്താണോ? പ്രേമിച്ചാലേ തിരിയും അല്ലേ? പ്രേമിച്ചിട്ടുണ്ടോ? പ്രേമിച്ചാരെങ്കിലും ഓലോട് പറഞ്ഞ മനസ്സിലാവും. എന്തേ? ഖൽബിനൊരു കെട്ടാണ്, ആരും കാണാത്തൊരു കയറുകൊണ്ടുള്ള ഒരു കെട്ടാണ്. എന്തേ? ഒരു പെണ്ണിനെയാണ് പ്രേമിക്കണമെങ്കിൽ എപ്പോഴും ആ പെണ്ണിനെ കാണുന്നൊരു മോഹം, ഖൽബിനൊരു കെട്ടാണ്. ചില മനുഷ്യന്മാരുണ്ടെങ്കിൽ ഒരിക്കലും ഭാര്യയോടായിരിക്കും വല്ലാത്ത സ്നേഹം. ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയേ എന്തേ? ഓൽക്ക് എപ്പോഴും ഒരു ഭാര്യയെ കാണും. ഒക്കെ നല്ല പ്രേമം. അവനാന്റെ ഭാര്യയെ പ്രേമിക്കണം, അവരെ പ്രേമിക്കണേ. അവനവന്റെ ഭാര്യ. ഈ വിഷയത്തില വിശാലാന്തരങ്ങൾ. അള്ളാഹിനോടുള്ള പ്രേമം, റസൂലുള്ളാഹിനോടുള്ള പ്രേമം, വാപ്പാനോടും മകളോടുള്ള പ്രേമം. പ്രേമം തന്നെ എന്ത് ഒരു വൈകാരികമായ പ്രേമം. ഏത് വൈകാരികത? ലൈംഗികതയുടെ വൈകാരികതയല്ല. പിന്നെയോ തന്റെ ഭാര്യയോടുള്ള പ്രേമം. ഭാര്യയോടുള്ള പ്രേമം വേറെ രീതിയിലാണ്, വാപ്പാനോടുള്ള പ്രേമം വേറെ രീതിയിലാണ്, പടച്ചറബിനോടുള്ള പ്രേമം വേറെ രീതിയിലാണ്, പുണ്യനബിയോടുള്ള പ്രേമം മറ്റൊരു രീതിയിലാണ്. പുണ്യനബി പറഞ്ഞ ഭാര്യയെ പ്രേമിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്രത്തോളം വലിയ മാതൃകയല്ലേ പുണ്യനബി കാണിച്ചത്, അള്ളാഹുവിന്റെ ഹബീബ് കാണിച്ചത്. അങ്ങോട്ട് പോലെയാണ് പോയത്. പിന്നെ നമുക്ക് ഇതിന്റെ സമയം വൈകി. നിങ്ങൾ ചിലപ്പോൾ ഇരുന്നെന്ന് വരും. പക്ഷേ സൗദി അലയൻസ് കാത്തിരുന്നോളന്നില്ലല്ലോ. സൗദി അലയൻസ് കാത്തിരുന്ന് കൊള്ളണമെങ്കിൽ അതുകൊണ്ട് ഞാൻ ആണ്ട് പോലും നമുക്ക് പിന്നെ ഏതെങ്കിലും സമയത്ത് പറയണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ ഖൽബിനൊരു കെട്ട്, പ്രേമത്തിന്റെ ഒരു കെട്ട് അല്ലാഹു ആ ചെറുപ്പക്കാരുടെ ഖൽബിനിട്ടു. ആ ഓൽക്കാ കെട്ടി വിടാൻ കാരണം എന്താ? വേറെണ്ട. അതാണ് അല്ലാഹു അതിന് മുമ്പ് പറഞ്ഞത്. ആമനൂ ബിറബ്ബിഹിം, അവർ ഈമാൻ ശരിക്ക് കൊണ്ടു. ഈമാൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. കണ്ടോ? പിന്നെ ഈമാൻ അല്ലാഹു വർദ്ധനവ് കൊടുത്തു. വർദ്ധനവ് കൊടുക്കൽ എങ്ങനെ? അമല് ചെയ്യുമ്പോൾ. ഈമാനിന് വർദ്ധനമുണ്ടാകുന്നത് എങ്ങനെയാണ്? ശ്രദ്ധിക്കണേ. ഈമാനിന് വർദ്ധനമുണ്ടാവും ഒന്ന് അമൽ ചെയ്യുമ്പോൾ. എന്തൊക്കെ അമൽ? നിസ്കാരം, നോമ്പ്, സകാത്ത്, ഹജ്ജ്, ഇതൊക്കെ വർദ്ധനവ് കൊടുക്കും. എന്നാ ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഈമാനിന് വർദ്ധനമുണ്ടാവുന്ന ഏറ്റവും വലിയ സാധനം മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സംഗതി
സ്വഹാബികളുടെ കൂടെ ഏറ്റവും ലോകത്ത് പ്രവാചകന്മാരാണല്ലോ മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠർ. അവരെ കഴിഞ്ഞാൽ പിന്നെ സ്വഹാബികളാണ്. സ്വഹാബികളെ ഏറ്റവും ശ്രേഷ്ഠരാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഞാൻ ശ്രദ്ധിക്കണം, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നല്ലോണം ശ്രദ്ധിക്കണം. പ്രേമമാണ് നമ്മുടെ വിഷയം. പ്രേമം നിരാശജനകമാകാതിരിക്കാൻ, പ്രേമം നൈരാശ്യമാകാതിരിക്കാൻ പ്രേമിച്ചു 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 അവസാനം കിട്ടിയതെന്താ? ഓൻ കൊടുത്ത വളിമാലയൊക്കെ ഓള് പോയി, വാങ്ങിക്കൊടുത്ത വളിമാല നിരാശ. പ്രേമിച്ചു പ്രേമിച്ച അവസാനം കിട്ടിയതാ ഓള് വേറൊരുത്തനെ പ്രേമിക്കാം. ഇവനോ അണ്ടി പോയ അണ്ണാന്റെ വൈദ്യം. പ്രേമം നൈരാശ്യമാകാതിരിക്കാൻ പ്രേമിക്കേണ്ടവരെയാണ് പ്രേമിക്കേണ്ടത്, സ്നേഹിക്കാൻ പറഞ്ഞവരെയാണ് സ്നേഹിക്കേണ്ടത്. നല്ലപോലെ ശ്രദ്ധിക്കണം. ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. എന്താ ഈ 7ഓളം ചെറുപ്പക്കാരെ കുറിച്ച് അല്ലാഹു പറഞ്ഞു? അവർ ഈമാൻ കൊണ്ടു. സിദ്നാഹും ഹുദ, ഹുദ നമ്മൾ അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുത്തു. ഹുദ ഇപ്പൊ എങ്ങനെ വർദ്ധിക്കല്? ഈമാനിന് വർധനവ് കൊടുത്തു. അതെങ്ങനെ? അമൽ കൊണ്ട്. ഈമാനിന് വർധനമുണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല അമലേതാണ്? മഹബ്ബത്തു റസൂലില്ലാഹി, മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വഹാബികളിൽ ഒന്നാമനാണ്. ശ്രദ്ധിക്കണേ, സ്വഹാബികളിൽ ഒന്നാമൻ. എന്തേ? സ്വഹാബികളിൽ ഏറ്റവും കൂടുതൽ നിസ്കരിച്ച ആളാണ് ഒന്നാമനാവേണ്ടതെങ്കിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ല ഒന്നാമനാവുന്നത്. സ്വഹാബികളിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്ന ഏറ്റവും നിസ്കരിച്ച ആൾ. നല്ലപോലെ ശ്രദ്ധിക്കണേ. താത്തൂരിൽ നിന്നാണ് ഞാൻ പ്രസംഗിക്കുന്നതെന്ന ബോധം എനിക്കുണ്ട്. ഇതിന്റെ പരിസര പ്രദേശങ്ങളെ കുറിച്ചൊക്കെ ബോധമുണ്ട്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നിസ്കാരമാണ് ഈമാൻ വർദ്ധിപ്പിക്കുന്ന ഏറ്റവും വലിയ ഘടകമെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ല ഇസ്ലാമിൽ സ്വഹാബികളിൽ ഒന്നാമനാവേണ്ട. കാരണം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ കൂടുതൽ നിസ്കരിച്ച മറ്റു സ്വഹാബികളുണ്ട്. 20 കൊല്ലത്തിൽ താഴെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിസ്കരിച്ചിട്ടുള്ളൂ. 50 കൊല്ലം നിസ്കരിച്ച വേറെ സ്വഹാബികളുണ്ട്. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഹജ്ജാണ് ഈമാനിന് ഘനം കൊടുക്കുന്നതെങ്കിൽ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ല ഒന്നാമനാകേണ്ടത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാളും കൂടുതൽ ഹജ്ജ് ചെയ്താണ് ഉമർ റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാളും സ്ഥാനം കിട്ടട്ടെ. നല്ലപോലെ ആലോചിക്കുമ്പോ കൽബിനി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പടച്ചറപ്പുമായുള്ള മഹബത്തിന്റെ കെട്ട് നൽകുന്നത് എപ്പോഴാണ്? ആ മഹബത്ത് അല്ലാഹു കെട്ടുന്നത് എപ്പോഴാണ്? സിദ്നാഹും ഹുദാ വറബത്നാ അലാ ഖുലൂബിഹിം ഇദ ഖാമൂ ഫഖാലൂ റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ് ലൻ നദഉ മിൻ ദൂനിഹി ഇലാഹൻ ലഖദ് ഖുൽനാ ഇദൻ ശതാതാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ കൽബിന് മഹബത്തിന്റെ കെട്ടുകൊടുത്തു. ആ കെട്ടെങ്ങനെ? അല്ലാഹു പ്രേമിക്കാൻ പറഞ്ഞ പ്രേമിച്ചു, സ്നേഹിച്ചു. ദീനിനോട് സ്നേഹം. അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്നേഹം കൂടിയാൽ, സ്നേഹമുണ്ടായാൽ നമ്മുടെ കൽബിനും അല്ലാഹു കെട്ട് തരും. ഇവർക്ക് കൊടുത്ത കെട്ട് സയ്യിദുനാ ഈസ അലൈഹിസ്സലാമിനോടുള്ള സ്നേഹം കൊണ്ട്. റബ്ബിനോടുള്ള ഏറ്റവും നല്ലത് സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നാമനാകാനുള്ള കാരണം എന്താണ്? ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, എന്റെ സിദ്ദീഖിന്റെ ഈമാൻ ഒരു തട്ടിൽ, ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങളുടെ ഈമാൻ മറുതട്ടിലും കൊണ്ടുവന്ന് വെച്ചാൽ എന്റെ സിദ്ദീഖിന്റെ ഈമാൻ ഘനം തൂങ്ങും. എന്റെ സിദ്ദീഖിന്റെ ഈമാൻ ഘനം തൂങ്ങുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ ഒരു തട്ടിൽ, ലോകത്തെ മുഴുവൻ മുഅ്മിനീങ്ങളുടെ ഈമാൻ മറുതട്ടിൽ. എല്ലാ സ്വഹാബികളുണ്ട്, നമ്മളെ കണ്ട് കോടിക്കണക്കിന് മനുഷ്യന്മാരുണ്ട്. ഓടിക്കുന്ന ധർമ്മം. ഇതിലോ ഒരു മനുഷ്യന്റെ മാത്രം നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്. പുണ്യനബി പറയാം, ഇതാ ഘനം തൂങ്ങാം. എന്തേ കാരണം? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നിസ്കാരമാണ് ഘനം തൂങ്ങുന്നത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നോമ്പ് മുസൽമാന്റെ നോമ്പിനേക്കാൾ ഭാരം തൂങ്ങുന്നത് എന്തേ? അല്ലാഹുവിന്റെ ഹബീബിനോട് അടക്കാനാവാത്ത പ്രേമമാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അടക്കാനാവാത്ത സ്നേഹം. അതല്ലേ ഞാൻ ആമുഖമായി നിങ്ങളോട് പറഞ്ഞ ചെറിയൊരു
എന്തേ ചെറിയ സംഗതി? നിങ്ങൾ പോയൊക്കെയാണ് മക്കത്ത് നിന്ന് പോയിട്ട് മദീനത്ത് പുണ്യനബിയുടെ ചാരത്തന്റെ വിഷമം കൊള്ളുകയാണ് സുദ്ദീഖ്. എന്തേ? അല്ലാഹുവിന്റെ ഹബീബ് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് തന്നെ കൊല്ലാനായി ശത്രുക്കൾ വീട് വളഞ്ഞു. വീട് വളഞ്ഞപ്പോ നേരെ സുദ്ദീഖ് റളിയല്ലാഹു വീട്ടിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. സുദ്ദീഖ് റളിയല്ലാഹുവിന്റെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നിട്ട് വാതിലിന് കൊട്ടി. വാതിൽ തുറക്കപ്പെട്ടു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ സ്വീകരിച്ചു. എന്തേ നബിയെ? പറഞ്ഞു, എന്നെ കൊല്ലാനായി ശത്രുക്കൾ വീട് വളഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ കൽപ്പനയുണ്ട് ഹിജ്റ പോകാൻ. അങ്ങന്റെ കൂടെ വരണമെന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോൾ നിങ്ങൾ ചിന്തിച്ചു, അടുത്തൊരു സെക്കൻഡും ചിന്തിച്ചില്ലല്ലോ. നിങ്ങൾ ആലോചിക്കണം, കച്ചവടത്തിനായി പോയ യാത്രാ സംഘങ്ങളുണ്ട്, കച്ചവട സംഘങ്ങളുണ്ട്, തിരിച്ചെത്തിയിട്ടില്ല, കണക്ക് കൂട്ടിയിട്ടില്ല, തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ലാഭവിഹിതം എത്ര എന്ന കണക്ക് കൂട്ടി വാങ്ങിയിട്ടില്ല. ഒട്ട സംഘങ്ങൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മക്കയുടെ വെളിയിലുള്ള പ്രദേശങ്ങളിൽ ഈത്തപ്പനത്തോട്ടങ്ങൾ പഴുത്തു ഭാഗമായിരിക്കുന്ന പറിക്കാൻ സിദ്ദീഖ് പറഞ്ഞില്ല നബിയേ, കച്ചവട സംഘങ്ങൾ വരെ കണക്കട്ടെ, ഈത്തപ്പഴം പറിക്കാൻ ആരേൽപ്പിക്കട്ടെ, എന്റെ മക്കളെ ഞാൻ ആരെങ്കിലുമൊക്കെ പറഞ്ഞേൽപ്പിക്കട്ടെ, എന്റെ കുട്ടികളുടെ കാര്യം എന്താകും പറഞ്ഞില്ല. ആ പറഞ്ഞ നിമിഷമതാ വീട്ടിൽ നിന്ന് ഏതാനും വസ്ത്രങ്ങളെടുത്ത് കയ്യിലുള്ള ഭക്ഷണവും എടുത്തിട്ട് പുറപ്പെടുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ പോയി. എന്നിട്ടോ ഒളിച്ചിരുന്നു. ആ ഗുഹ കാണുമ്പോൾ കരയാരെങ്കിലും ഉണ്ടാകും. അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ ഒളിച്ചിരുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിങ്ങൾ അവിടെയാണ് സർപ്പം കടിച്ച സംഭവം ഉണ്ടായി. കാലനെന്റെ ഹബീബ് ഉണരുമോ എന്ന് പേടിച്ചിട്ട്. എന്റെ പ്രിയപ്പെട്ട ഹബീബ് ഉണരുമോ? എന്റെ പ്രിയമുള്ളവരെ, കാലനക്കില്ല. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഒരാളുടെ ഉറക്കനോ പ്രാധാന്യം, ഒരാളുടെ ജീവനോ പ്രാധാന്യം? പറയൂ. ഒരാളുടെ ഉറക്കിനാണോ പ്രാധാന്യം? ഒരാളുടെ ജീവനാണോ പ്രാധാന്യം? നിങ്ങൾ ആലോചിക്കണേ. ഈമാനിന്റെ കാര്യത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് ഈ ഉമ്മത്തിന് മാതൃകയായി പറഞ്ഞു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് എന്റെ ജീവനേക്കാൾ പ്രാധാന്യം അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉറക്കിന്. വിഷം കയറി ഞാനങ്ങ് മരിച്ചാലും എന്റെ കാല് ഞാൻ അടക്കില്ല. അല്ലാഹുവിന്റെ ഹബീബ് ഉണർന്നു പോകാൻ പാടില്ല. പ്രേമം നൈരാശ്യമാവാം. എന്റെ പ്രിയമുള്ളവരെ, പ്രേമിക്കാൻ പറഞ്ഞവരെയാണ് നമ്മൾ പ്രേമിക്കേണ്ടത്. അതാരാവുന്ന പടച്ചുറപ്പ. മറ്റൊന്ന് ഹബീബായി നബിയുനാ റസൂലുള്ളാഹി. സിദ്ദീഖ് റളിയല്ലാഹു ജീവിതം മാത്രം എടുത്തു പറഞ്ഞാൽ നമുക്ക് ഈ വിഷയം പറഞ്ഞു തീർക്കാൻ കഴിയില്ല. ഞാനതുകൊണ്ടാണ് വിശദമായി പറഞ്ഞാലേ കൽബക്ക് കയറാൻ പറ്റുന്ന കൊണ്ട് പറയാൻ കഴിയും. സമയമില്ലാതെ ഞാൻ പറയട്ടെ. അവിടുന്ന് പോയി മദീനത്തേക്ക്. അവിടുന്ന് പോയി മദീനത്തേക്ക് പോണ രംഗങ്ങനെ പുണ്യ നബിയോട് പറയാം, അങ്ങ് കയറിക്കോളൂ നബിയെ, ഞാൻ ഒട്ടകത്തിന്റെ കയറ് പിടിച്ചോളാം. ചിലപ്പോ രണ്ടുപേരും ഒട്ടകത്തിന്റെ പുറത്ത് കയറും. റസൂലുള്ളാഹി പറയും, സിദ്ദീഖ് പ്രാണിയ ചാടിയിറങ്ങുമെന്നിട്ട് അങ്ങിരുന്നോളൂ യാ റസൂലല്ലാഹ്, ഞാൻ കടിഞ്ഞാൻ പിടിച്ചോളാം നബിയെ. അങ്ങനെ മദീനത്തേക്ക് പുണ്യ നബിയുമായി യാത്ര തിരിക്കുകയായി. മദീനത്ത് ചെന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഹബീബായി നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബ് പുണ്യ നബി. ഞാൻ തങ്ങളോട് പറഞ്ഞൊക്കെ മദീന പള്ളിയിലാണ്. ഓരോ സ്റ്റെപ്പും വേണം പറയാൻ. സിദ്ദീഖിന്റെ റളിയല്ലാഹു പ്രേമമാണ് സിദ്ദീഖ്, പ്രേമമാണ് സിദ്ദീഖ്, പ്രേമമാണ് സിദ്ദീഖ്, പ്രേമമാണ് സിദ്ദീഖ്, പ്രേമമാണ് സിദ്ദീഖ്. ഒരിക്കലും നിരാശജനകമല്ലാത്ത, നിരാശ വരുത്തിയിട്ടില്ലാത്ത പ്രേമമാണ് സിദ്ദീഖ്. ആരോടുള്ള പ്രേമമാ? ഹബീബായി നബിയുനാ മുഹമ്മദ്
മുസ്തഫ. ആ സ്നേഹല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഒരിക്കൽ ഞാൻ നേരത്തെ നിങ്ങളെടുത്തോട്ടെ ഫീൽഡിലാണെങ്കിൽ രണ്ട് വാക്കിൽ തങ്ങൾക്ക് തിരക്കില്ലാത്തതുകൊണ്ട് പുണ്യനബി തങ്ങൾക്ക് തിരക്കായതുകൊണ്ട് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു സ്വഹാബികളോടൊക്കെ ശബ്ദത്തിൽ കൊണ്ടുവരുന്നത് നിങ്ങളൊക്കെ കൊണ്ടുവരും. നമ്മളൊക്കെ കേട്ട ചരിത്രം ഒന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളൊക്കെ കേട്ടത് നമ്മുടെ ഖൽബിലേക്ക് മഹബ്ബത്ത് കൊണ്ടുവരോ സ്വത്താവശ്യമുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു തീരുമാനിച്ചു ചെല്ലാത്ത ശുദ്ധിനെ നമ്മളെ എത്തിച്ചു പറഞ്ഞു. പോയി കൊടുത്തു. റസൂൽ ഓരോരുത്തരും കൊടുക്കുമ്പോഴും ചോദിക്കണ്ട ഇനി എന്താ നിങ്ങളെ വീട്ടിൽ ബാക്കിയില്ല. അപ്പൊ ഓരോരുത്തർ ഇങ്ങനെ പറയുന്നു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു തന്റെ സ്വത്തിന്റെ പകുതിയായി വന്നു റസൂലുള്ളാഹിക്ക് സമർപ്പിച്ചു. പുണ്യനബി ചോദിച്ചു സിദ്ദീഖേ ഉമറേ നിങ്ങളുടെ വീട്ടിലെന്താ ബാക്കിയുള്ളത്? നബി ഇതിന്റെ നേരെ പകുതി ഞാൻ എന്റെ കുടുംബത്തിന് ബാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് സിദ്ദീഖ് വരുന്നത് റളിയല്ലാഹു അൻഹു. സ്വഹാബികൾ പോലും കരഞ്ഞു. സിദ്ദീഖ് വരുന്നുണ്ട്. ഒക്കെ കൊടുത്തു തീർന്നു പോയിട്ടുണ്ട്. വിട്ടുപോയി നോക്കി. പുണ്യനബി ചോദിച്ചതല്ലേ കൊടുക്കണം. എന്താ കൊടുക്കാനുള്ളത്? എന്താ വീട്ടിനകത്ത് കൊടുക്കാനുള്ളത്? എല്ലാവരും കൊടുക്കുന്നതാ. കൊടുക്കുന്ന സമയത്തെല്ലാം കോടെടുത്തോ, പുതപ്പെടുത്തോ, പഴയെടുത്തോ, വീട്ടിലുള്ള സാധന സാമഗ്രികളെല്ലാം എടുത്തോ. അങ്ങനെ സിദ്ദീഖ് വരുന്നത് പലപ്പോഴും പണമായി വരാറുള്ള സിദ്ദീഖ് ഇത്തവണ വരുന്നത് പുതപ്പും പാത്രമൊക്കെ എടുത്തിട്ടാണ്. പുണ്യനബിന്റെ മുമ്പിൽ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. റസൂലുള്ളാഹി സിദ്ദീഖിനെ വിളമ്പത്ത് ബാക്കി വെച്ചു. പുഞ്ചിരി തൂക്കിയിട്ട് പറഞ്ഞു യാ റസൂലല്ലാഹ് എന്റെ അടുത്തുള്ളതൊക്കെ ഞാൻ അങ്ങേക്ക് തന്നു കഴിഞ്ഞു. ഇനി എന്റെ വീട്ടിൽ അല്ലാഹു വറസൂലുഹു അല്ലാഹുവിന്റെ ഹബീബേ അങ്ങുമല്ലാതെ എന്റെ കുടുംബത്തിന് ഞാനൊന്നും ബാക്കി വച്ചില്ലെന്ന് റളിയല്ലാഹു അൻഹു. എന്റെ പ്രിയമുള്ളവരെ ഖൽബാണ് കൊടുത്താൽ ഖൽബിൽ കിട്ടിയാൽ ഈ മഹബത്തിന്റെ കെട്ടാണ് അല്ലേ? സ്നേഹം കൊണ്ടൊരു കെട്ടുവന്നല്ലേ? നമ്മളെ സുഹൃത്തിനോട് സ്നേഹമില്ലേ? സുഹൃത്തിനെ സ്നേഹിക്കണം. അല്ല പറഞ്ഞ സ്നേഹം. ഞാനിത് തലക്കെന്ന് പറയേണ്ട വിഷയമാണ്. സമയമില്ലാത്തതുകൊണ്ട് ഒരു മക്കൊന്ന് മൂലം രണ്ട് വർത്താനം പറയുന്നുള്ളൂ. തലക്കെന്ന് പറയണ്ട. ആര് സ്നേഹിക്കണം ആര് സ്നേഹിക്കാൻ പാടില്ല. സ്നേഹിച്ചതിന്റെ ഗുണം എന്താണ്? സ്നേഹം വഴിതെറ്റിയാലുള്ള നാശം എന്താ? അതാണ് ഈ വിഷയത്തിന്റെ അകക്കാമ്പത. പക്ഷെ നമ്മൾ അങ്ങോട്ടൊന്നും പോയിട്ടില്ല. സുഹൃത്തിനെ സ്നേഹിക്കണം. ഏറ്റവും കൂടുതൽ സ്നേഹിത സുഹൃത്തിനെ, ആ സുഹൃത്തിനേക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ വിളിക്കണം അല്ലേ? ആണോ? ആണ്. ആരോടെ നമ്മൾ പരിപാടിയിൽ ഉണ്ടാകാരാ? നിങ്ങളെ എല്ലാവിടെയും വരാം. നിങ്ങളായിട്ട് ഒരു ബന്ധമില്ലാത്ത നിങ്ങളെ ശത്രുവാണ് അല്ല. ഏറ്റവും സ്നേഹിക്കുന്ന ആളാരാ? അയാളെ വീട്ടിൽ നടത്തുന്ന ചെറിയ പരിപാടിയിൽ പോലും ഉണ്ടാവും. കുട്ടി ജനിച്ചാൽ മൗലിദ്, വീട്ടിന് കുട്ടിയടിച്ചാൽ മൗലിദ്, റബീഉൽ അവ്വലായാൽ മൗലിദ്, ഗൾഫിൽ പോകുമ്പോൾ മൗലിദ്, തിരിച്ചു വന്നപ്പോൾ മൗലിദ്. മൗലിദ് ഓതി ഗൾഫിൽ പോയി നല്ല ജോലിയൊക്കെ കിട്ടി. പിന്നോന് തോന്നി മൗലിദ് ശരിയല്ല. അപ്പോൾ അവന് പിന്നെ ബോധം വന്നത് നാം പറഞ്ഞു. ആരെയാണോ സ്നേഹിക്കുന്ന ആളെ എപ്പോഴും കൽപ്പരുണ്ട്. മൗലിദിന്റെ വിഷയത്തിൽ എന്തിനടികൂടുന്നു? എന്തിനടികൂടുന്നോ? في التراب رميما صلوا عليه وسلموا تسليما. ചെറുപ്പക്കാരെ ഈ സ്നേഹം കൽബിലേക്ക് ഇൻജക്ട് ചെയ്താൽ ശുദ്ധീകരണം നന്നായ പോലെ നമുക്ക് കഴിയണം. സ്നേഹത്തിലേക്ക് ഇൻജക്ട് ചെയ്താൽ അധർമ്മത്തിന്റെ വാഹകനായിരുന്ന ഉമറിനെ ധർമ്മത്തിന്റെ വാഹകനാക്കിയത് ഏതാണ്? പ്രേമം നമ്മുടെ കൽബിലേക്ക് കടന്ന നമ്മൾ നന്നാകുമെന്റെ സഹോദര. നമ്മൾ നന്നാവും ഇല്ലേ? വയലല്ല വയലിന്റെ മേലെ വയല് പറഞ്ഞിട്ടും കാര്യമില്ല. വെറുതെ പറയും വയലല്ല വയല് പറഞ്ഞിട്ടും കാര്യമില്ല. ഏറ്റവും വലിയ ജാഹിലിയത്തിലെ ധർമ്മത്തിന്റെ വാഹകൻ
പുണ്യനബിയെ കൊന്നിട്ട് 100 ഒട്ടകം ഞാൻ വാങ്ങുമെന്ന് പറഞ്ഞ മുഹമ്മദിന്റെ തലയറുത്തു കൊണ്ടുവന്നിട്ട് 100 ഒട്ടകം ഞാൻ വാങ്ങുമെന്ന് പറഞ്ഞ ഉമർ. അതേ ഉമറാ, നിങ്ങൾ ആലോചിക്കണം. അല്ലാഹുവിന്റെ ഹബീബ് വഫാത്തായി കിടക്കുകയാ. വഫാത്താകുമ്പോ ഉമർ അവിടെ ഇല്ല റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന ഘട്ടത്തിൽ വിശുദ്ധമായ പുണ്യനബിയുടെ മദീന പള്ളിയുടെ അടുത്തില്ല. എന്തോ ആവശ്യത്തിനായി വിദൂരത്ത് പോയതാ. ആരോ പറയുന്നത് കേട്ടോ റസൂലുള്ള വഫാത്തായെന്ന്. ബോധിയില്ലേ? ഉമർ നേരെ റസൂലുള്ളാഹിന്റെ വീട്ടിലെ ആളുകൾ തടിച്ചുകൂടി നിൽക്കുകയാണ്. ആ ജനങ്ങൾക്കിടയിലൂടെ നടന്നു വരുന്നു. മദീന പള്ളിയിലേക്ക് കയറി മദീന പള്ളിയുടെ കുഴിയുടെ കടന്നു വന്ന് റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് കയറുകയാ. ഉമർ റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോ സഹാബികളൊക്കെ നിശ്ചലരാണ്. ഉമറിന്റെ മുഖത്ത് വല്ലാത്ത ഭാവമാറ്റമുണ്ട്. ഉമറിന് ദേഷ്യം പിടിച്ചാൽ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകും. അതീവ ദുഃഖിതനാ ഉമർ റളിയല്ലാഹു അൻഹു. വീട്ടിലേക്ക് കയറി വന്നില്ലേ ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തിട്ടിരിക്കുന്ന വസ്ത്രമങ്ങെടുത്ത് നോക്കി. കുനിഞ്ഞു നിന്നങ്ങ് ചുംബിച്ചില്ലേ? ചുംബിച്ചതാ കണ്ടടത്തിലൂടെ കണ്ണുനീരൊഴുകുകയാ. ഏത് ഉമറാണെന്നറിയാമോ? ഘട്ടത്തിലും ചാഞ്ചല്യം സംഭവിക്കാത്ത ഉമറിന്റെ മനസ്സാ ചാഞ്ചല്യത്തിന് വിധേയമായി ഉമറിന്റെ കലിപ്പ് പൊട്ടി കണ്ണ് നിറഞ്ഞൊലിക്കുകയാ. ദീർഘനേരം കവടത്തും ചുംബിച്ചോ. കണ്ണുനീരതാ അല്ലാഹുവിന്റെ ഹബീബിന്റെ കവടത്തേക്ക് ഉറ്റുവീഴുകയാണ്. ഉടനെ അതാ ദീർഘനേരം ചുംബിച്ചെടുത്തേക്ക് നിന്നിട്ട് പറയുകയാണ്, തന്റെ അറയിലുണ്ടെന്റെ ഉറയിലുണ്ടായിരുന്ന തന്റെ വാളും മൂടിയിട്ട് വാളങ്ങ് പൊക്കിപ്പിടിച്ചിട്ട് പറഞ്ഞു, സഹാബാ, എന്റെ ഹബീബ് വഫാത്തായിട്ടില്ല. എന്റെ ഹബീബ് ഉറങ്ങിക്കിടക്കുകയാണ്. കൊച്ചുമോൾ 5 വയസ്സ് പ്രായമുള്ള കൊച്ചുമോളുടെ ഉമ്മ മരിച്ചോ? ഉമ്മയുടെ ചാരത്ത് പോയിരുന്ന് ഉമ്മയെ വിളിക്കുന്ന മോളാ, ഉമ്മ എഴുന്നേൽക്കു, ചായ തരോ, ഭക്ഷണം തരോ എന്ന മരണത്തെക്കുറിച്ചറിയാത്ത ഒട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞുമോൾ പറയുന്ന പോലെ വാളം ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഇല്ല, എന്റെ ഹബീബ് വഫാത്തായിട്ടില്ല. വഫാത്ത എന്ന് പറഞ്ഞവന്റെ തല ഞാൻ ഉടലിൽ നിന്ന് വേർപ്പെടുത്തുന്നതാ. ഏത് ഉമറ ഈ മുഹമ്മദിന്റെ തല ഉടലിൽ നിന്ന് വേർപ്പെടുത്തിയിട്ട് 100 ഒട്ടകം ഞാൻ വാങ്ങും എന്ന് പറഞ്ഞ ഉമറാണ്. ആ ഉമറിനെ മാറ്റിയത് വറബത്ന അലാ ഖുലൂബി, വറബത്ന അലാ ഖുലൂബിഹി. വറബത്ന എവിടെ പേച്ചത്? നമ്മൾ വേണ്ട പറയും ഖുർആനും ശാസ്ത്രം കേട്ടോ. ഖുർആൻ നല്ല ഗ്രന്ഥ. ഖുർആനിന് ശാസ്ത്രം പറയുന്നത് നമ്മൾ മൂടും തട്ടി നീച്ചു പോയി. നമുക്ക് എന്ത് കിട്ടി? പഴയ കാലത്തെ സമൂഹം എന്തുകൊണ്ട് നന്നായി? ഏതൊരു കാര്യമാണോ ഗതകാലഘട്ടത്തെ നന്നാക്കിയത് അതേ ദിശയിലേക്ക് പഴയ കാലത്തെ ആലിമീങ്ങളുടെ വഅദ് കൊണ്ടുപോയിരുന്നു. നമ്മക്കൊന്നും പറയാനും അറിയില്ല, പറയാൻ പറ്റാവുന്നവരും ലോകത്ത് വിരളമെന്ന് തോന്നുന്നു. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ചെറുപ്പക്കാരെ, ഖൽബിന്റെ പ്രേമം ആ ദിശയിലേക്ക് തിരിച്ചുവിട്ടാൽ നമ്മളൊന്നും സ്നേഹം, സ്നേഹങ്ങളുടെ ഈമാനുള്ളൂ. സ്നേഹമില്ലേ ഈമാനില്ല, സ്നേഹമില്ലേ ഈമാനില്ല, പ്രേമമില്ലേ ഈമാനില്ല. അല്ലാഹു ഖൽബിന് നല്ല ദൃഢത അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അല്ലേ, നമ്മൾ ഒരു തെറ്റിലേക്ക് ഇങ്ങനെ പണ്ടത്തെ ചില കവികളൊക്കെ പറഞ്ഞ കാണാം. തെറ്റ് ചെയ്യുന്ന സമയത്ത് അവർ മരിക്കാൻ പോണ സമയത്ത് പലരും പറഞ്ഞതെന്താ? പഠിച്ചോനെ, ഞാനെങ്ങനെ മഹ്ശറയിൽ റസൂലുള്ളാഹിന്റെ മുമ്പിൽ നിൽക്കും? പാപഭാരമേറിയിട്ട് ഞാനെങ്ങനെ എന്റെ മുത്തുനബിയുടെ മുമ്പിൽ വന്ന് നിൽക്കും? അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖത്തേക്ക് ഞാനെങ്ങനെ നോക്കും? സ്നേഹം അല്ലേ? ഞാനെങ്ങനെ എന്റെ വീട്ടിലേക്ക് കയറി ചെല്ലും ചോദിക്കില്ല നമ്മൾ. ഞാനെങ്ങനെ വാവിടുത്ത് പേര് പറയാറില്ല. ഈമാനിൽ നമ്മുടെ പിതാവായ പുണ്യനബിയെ നമ്മളെങ്ങനെ കണ്ടുമുട്ടും? സ്നേഹം. കൽബിന സ്നേഹം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആ സ്നേഹം കൽബിലുണ്ടായാൽ പിന്നെ വേറുള്ളതൊക്കെ പോകും. ലോകം ഇന്ന് ശ്രമിക്കണം. എന്താ നിങ്ങള്? ലോകം ഇന്ന്, ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യക്ക് ഒരു പ്രധാനമന്ത്രി ഈ ഇടയായി സത്യത്തിന് നിങ്ങൾ ചിന്തിച്ചോ? ആ പ്രധാനമന്ത്രിയെ പ്രധാനമന്ത്രിയാക്കണം ഇന്ത്യയിലെ ജനങ്ങളുടെ സ്നേഹ വായ്പകൾ ഏറ്റെടുക്കുന്ന ആളാക്കി മാറ്റണമെന്ന് നേരത്തെ തീരുമാനിച്ചിട്ട് എന്തൊക്കെ പണിയെടുത്തു? എന്തെല്ലാം പണി! എന്തേ? ഒരാളെ സ്നേഹിച്ചാൽ ഖൽബ് അറ്റാച്ച് ആവും. അയാളുമായി ഖൽബ് അറ്റാച്ച് ആയാൽ പിന്നെ ആൾ നമ്മൾ ചെയ്യും. ഈ ഫുട്ബോൾ അല്ലേ, ഇപ്പൊ വേൾഡ് കപ്പ് ഞാൻ ഓർക്കുന്നു. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ പോവാണല്ലോ പറഞ്ഞത്. 11:20 നമ്മൾ ദുആയിലേക്ക് കടക്കുകയാണ്. ഈ വിഷയം നമുക്ക് തീർക്കാൻ കഴിയില്ല. അള്ളാഹു നമ്മളെ അള്ളാഹുവിന്റെ ഹബീബിനോടും പടച്ച റബ്ബിനോടുമുള്ള പ്രേമം കൊണ്ട് അള്ളാഹു നമ്മുടെ ഖൽബുകളെ ധന്യമാക്കി തരട്ടെ.
ഞാൻ ഓർക്കുകയാണ്, ഇതേപോലെ ഒരു ദിവസം വയല് കഴിഞ്ഞിട്ട് പോവാം. പക്ഷെ അന്ന് പാതിരാ വയല് കഴിഞ്ഞിട്ടാണ് പോകണം. ഞാൻ ഓർക്കുന്നു, ഞാൻ പോകുന്ന വഴിക്ക് എന്റെ നാടിന്റെ ഒരു അടുത്ത സ്ഥലം 2 മണിക്കാണ് ഞാൻ ആ സ്ഥലത്തേക്ക് എത്തുന്ന സമയത്തുണ്ട് ഒരാള് ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ആളുകൾക്ക് ഇരിക്കാനത്തെ 2 കഴിഞ്ഞിന്റെ അലകില്ലേ, അലകുമ്പൽ തല വെച്ചിട്ട് ഒരുത്തൻ കാൽ വെച്ചിട്ട്. അപ്പൊ നോക്കുമ്പോ വേറെ 3-4-5 ചെക്കന്മാരുണ്ട്, പീഡികക്കോലായി ഇങ്ങനെ ഇരിക്കും. വേറൊരാളുണ്ട് ഒരു ബെഞ്ചിൽ കടന്നുറങ്ങും. കുറെ കുട്ടികളെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു എന്തൊക്കെ ഇവിടെ പ്രശ്നം. വണ്ടി മെല്ലെ